കർത്താവിനാൽ അനുഗ്രഹീതമായ നല്ല വിശുദ്ധ പകൽക്കാലത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. വന്ദിന്റെ നിത്യനും ആരാധനയ്ക്ക് യോഗ്യനുമായ യേശു ക്രിസ്തുവിന്റെ മാതിരിയുള്ള നാമത്തിൽ ഈ പകൽ ദൈവപാലപിടത്തിലായിരിക്കുന്ന എല്ലാ കർത്താവിൽ ബഹുമാന്യ ദൈവദാസന്മാർ കടന്നു വന്നിരിക്കുന്ന എല്ലാ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനങ്ങൾ അറിയിക്കുന്നു. ദൈവത്തെ വീണ്ടും ആരാധിപ്പാൻ ഈ ഭൂപരപ്പിൽ ഇങ്ങനെ ഒരു സാവകാശം ദൈവം നമുക്ക് നൽകി ജീവനോടെ ആരോഗ്യത്തോടെ നമ്മെ ശേഷിപ്പിക്കുകയും ദൈവസന്നിധിയിൽ കടന്നു വരാനുള്ള ബലവും ശക്തിയും കർത്താവ് തന്ന് ദൈവസന്നിധിയിൽ കടന്നു വന്ന നിമിഷം മുതൽ ദൈവത്തെ ആരാധിക്കുവാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തിയ കർത്താവിന്റെ കൃപകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് തരുന്ന ബലവും കർത്താവ് തരുന്ന ശക്തിയും കർത്താവ് തരുന്നതായ പ്രാപ്തിയും ദൈവത്തിന് വേണ്ടി ഇവിടെ പ്രയോജനപ്പെടുവാനുള്ളതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ നിലകളിൽ അത് വിനിയോഗിക്കുവാൻ മനസ്സ് കാണിക്കുന്ന എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവപാലപിടത്തിലായിരിക്കാം. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ആഴ്ചയുടെ ദിവസങ്ങളൊക്കെ ദൈവം നമ്മെ ക്ഷേമത്തോടെ പരിപാലിച്ചു. നമ്മെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ദേശത്തും വിദേശത്തുമായി ദൈവം സൂക്ഷിച്ചു. യാതൊരു ആപത്തുകളും അനർത്ഥങ്ങളും കൂടാതെ കർത്താവിന്റെ കൃപ നമ്മെ താങ്ങി. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരാരും യഹോവയെ സ്തുതിക്കുന്നില്ല, അവർക്ക് സ്തുതിപ്പാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. എന്നാൽ ജീവനുള്ളതായ ദൈവമക്കളായ നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാനും കർത്താവിന്റെ നാമത്തിന് തക്കതായ മഹത്വം കരേറ്റുവാനും ദൈവം ചെയ്ത വിടുതലുകളെ ഓർക്കുമ്പോൾ ആരും സ്തുതിച്ചില്ലേലും തന്നെ സ്തുതിക്കാനൊരു പ്രേരണ അകത്തുണ്ടാകും. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിൽ ദൈവം തന്ന വിടുതലുകൾ ഓർക്കുമ്പോൾ, ദൈവം തന്ന വ്യത്യാസങ്ങൾ ഓർക്കുമ്പോൾ, ഇതര മനുഷ്യരിൽ നിന്ന് നമുക്ക് ദൈവം തന്ന വ്യത്യാസങ്ങൾ ഓർക്കുമ്പോൾ നമുക്ക് ദൈവത്തെ സ്തുതിപ്പാൻ വകയുണ്ട്. ദൈവത്തിന് സ്തോത്രം. മറ്റുള്ളവരോട് താരതമ്യപ്പെടുത്തുമ്പോൾ അവരെക്കാൾ അധികമായി എന്നെ ഇന്നും നിലനിർത്തുന്ന ദൈവത്തിന്റെ സ്നേഹത്തെ ഓർക്കുമ്പോൾ നമുക്ക് സ്തുതിപ്പാൻ വകയുണ്ട്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ദൈവമക്കളെ ഓർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരാത്ത നിലകളിൽ അനവധിയായിട്ടുള്ള നന്മകൾ ചെയ്ത് ഉപകാരങ്ങൾ ചെയ്ത് നമ്മെ മാനിക്കുന്നവനാണ് നമ്മുടെ സ്വർഗത്തിലെ ദൈവം. ദൈവത്തിന് സ്തോത്രം. ആ ദൈവസന്നിധിയിൽ വളരെ പ്രാർത്ഥനയോടെ ഈ പകൽക്കാലം നമുക്കായിരിക്കാം. ഹല്ലേലൂയ. കടന്നു വന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു പ്രാവശ്യം കൂടെ കർത്താവിന്റെ നാമത്തിലുള്ള വന്ദനം അറിയിച്ചുകൊണ്ട് ഇന്ന് പകൽ വായിച്ച സങ്കീർത്തന ഭാഗത്തേക്ക് വേഗത്തിൽ ശ്രദ്ധ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. തിരുമേശയിൽ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. വളരെ പ്രാർത്ഥനയോടെ ഭയഭക്തിയോടെ ദൈവസന്നിധിയിലായിരിക്കാം. 88-ാമത്തെ സങ്കീർത്തനമാണല്ലോ ഇന്ന് പകൽ വായിപ്പാനിടയായത്. കഴിഞ്ഞ ആഴ്ചയിൽ 87-ാം സങ്കീർത്തനത്തിന്റെ അവസാന വാക്യം എന്റെ ഉറവുകളൊക്കെ നിന്നിലാകുന്നു എന്നുള്ള ആ വേദഭാഗത്തെ ആധാരമാക്കി അല്പസമയം ചിന്തിപ്പാൻ നമുക്കിടയായി. ഇന്ന് പകൽക്കാലത്ത് ദൈവദിന ധ്യാനത്തിനായി ഇന്ന് പകൽ വായിച്ച സങ്കീർത്തനം 88-ാം സങ്കീർത്തനത്തിന്റെ 4-ാമത്തെ വാക്യം ഒരാൾക്ക് ദൈവസന്നിധിയിൽ ശബ്ദമുയർത്തി വായിക്കാം. 88-ാം സങ്കീർത്തനം അതിന്റെ 4-ാമത്തെ വാക്യം. ഞാൻ കുഴിയിൽ ഇറങ്ങുന്നവരുടെ കൂട്ടത്തിൽ എന്നെ എണ്ണിയിരിക്കുന്നു, ഞാൻ തുണയില്ലാത്ത മനുഷ്യനെ പോലെ ആയിരിക്കുന്നു. ആ 2-ാമത്തെ വാചകത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ഓർപ്പിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നു. ഞാൻ തുണയില്ലാത്ത മനുഷ്യനെ പോലെ ആയിരിക്കും. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഓരോ ആരാധനയ്ക്കും ഓരോ പ്രാർത്ഥനയ്ക്കും ദൈവസന്നിധിയിൽ വളരെ സമർപ്പണത്തോടും വളരെ പ്രാർത്ഥനയോടും കൂടെ കടന്നു വരുമ്പോൾ നാം കേൾക്കുന്ന വചനങ്ങളും നമുക്ക് ലഭ്യമാകുന്ന വചനങ്ങളും നമ്മുടെ ആരാധനകളൊക്കെ നമ്മുടെ മനസ്സിനും ശരീരത്തിനും വലിയ തണുപ്പേകുന്നതാണ് എന്നുള്ളത് അല്ലെങ്കിൽ യാഥാർത്ഥ്യമായ കാര്യവും നമ്മുടെയൊക്കെ അനുഭവങ്ങളുമാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നാം പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ വരുമ്പോഴും നമ്മുടെ ഭവനത്തിലായിരിക്കുമ്പോഴും ഹല്ലേലൂയ, വാസ്തവമായി നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മെ അറിയിക്കേണ്ട ദൈവശബ്ദങ്ങൾ, നമ്മെ ബലപ്പെടുത്താൻ ഏത് വചനം സംസാരിച്ചാൽ നാം ബലപ്പെടുമെന്നുള്ള ദൈവത്തിന് അറിയാം. അത് പറയാൻ ഒന്നിൽ അത് കേൾക്കുന്ന ഇടത്ത് നമ്മെ കൊണ്ടുപോകും, അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്ന ഇടത്ത് അത് കേൾപ്പിക്കാൻ ഒരാളെ നമ്മുടെ അടുക്കൽ കൊണ്ടുവരും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അത് ജീവിതത്തിൽ അനുഭവിച്ചവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രസംഗം കേൾക്കാൻ പോയില്ലെങ്കിലും ഭവനത്തിലായിരിക്കുമ്പോൾ പ്രാർത്ഥനയോടെ കർത്താവേ എന്നോട് സംസാരിക്കണമേ, ഒരാളെ വിട്ട് എന്നോട് ഇടപെടണമെന്ന് പ്രാർത്ഥിച്ചാൽ നിശ്ചയമായും ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ പോലും നമ്മുടെ അയക്കൽ അയച്ച് നമ്മോട് സംസാരിപ്പാനും ബലപ്പെടുത്തുവാനും ദൈവത്തിന് കഴിയും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഇവിടെ സംസാരിക്കുന്ന ദൈവത്തിന്റെ വചനം ഹല്ലേലൂയ പ്രാർത്ഥനയോടെ കടന്നു വന്ന ദൈവമക്കളോടുള്ള അത് ആലോചനയാണ്, അത് ദൈവിക ദൂതാണ് എന്ന് ഞാൻ കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് ഹല്ലേലൂയ ചിന്തയുടെ ഹല്ലേലൂയ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കുക. ഞാൻ തുണയില്ലാത്ത മനുഷ്യനെ പോലെ ആയിരിക്കുന്നു. സങ്കീർത്തനങ്ങൾ നമ്മൾ പഠിച്ചാൽ ഞാൻ എന്നുള്ള പ്രസ്താവനകൾ ഒരുപാട് നമുക്ക് കാണുവാൻ കഴിയും. ഞാൻ ദരിദ്രനാണ്,
ഞാൻ സഹായമില്ലാത്തവനാണ്. ഹല്ലേലൂയ. അങ്ങനെ ഞാനെന്നുള്ളതായ ഒരുപാട് പ്രസ്താവനകൾ വേദപുസ്തകത്തിൽ പ്രത്യേകിച്ച് സങ്കീർത്തന ഭാഗങ്ങളിൽ ഒക്കെ കാണാൻ കഴിയുന്നു. ഒരു ദൈവവൈതലിന്റെ ജീവിതവുമായി വേദപുസ്തകത്തിലെ ഇതര ലേഖനങ്ങൾക്കോ സുവിശേഷങ്ങൾക്കോ പ്രവചന പുസ്തകങ്ങൾക്കോ മറ്റു പുസ്തകങ്ങൾക്കുള്ളതിനേക്കാൾ കൂടുതൽ അടുപ്പവും ബന്ധവുമുള്ളത് സങ്കീർത്തനത്തിന്. കാരണം നമ്മുടെ ജീവിതവുമായി വളരെയധികം അതിനടുത്ത് ബന്ധമുണ്ട് എന്നുള്ളത് അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അത് നമ്മൾ മനസ്സിലാക്കി എന്നുള്ളതിന്റെ തെളിവാണ് നാം ഏറ്റവും കൂടുതൽ വായിക്കാൻ ഇഷ്ടപ്പെടുന്നത് സങ്കീർത്തനമാണ്. ദൈവത്തിന് സ്തോത്രം. ഏത് ആവശ്യ സന്ദർഭങ്ങളിലും ഹല്ലേലൂയ ഒരു ആശ്വാസത്തിന് വേണ്ടി നമ്മൾ ആശ്രയിക്കുന്നത് കൂടുതലും ലേഖനങ്ങളെക്കാൾ കൂടുതൽ സങ്കീർത്തനങ്ങൾ. ദൈവത്തിന് സ്തോത്രം. അതിന്റെ ഒരു പ്രത്യേകത നാം ഒക്കെ കൈകാര്യം ചെയ്യുന്ന പുസ്തകം നോക്കിയാലും ഏറെക്കുറെയൊക്കെ അറിയാമെന്നുള്ളത് സത്യമാണ്. ദൈവത്തിന് സ്തോത്രം. പോകട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നു, ഞാൻ തുണയില്ലാത്ത മനുഷ്യനെ പോലെ ആയിരിക്കുന്നു. എന്താ തുണയില്ലാത്ത മനുഷ്യൻ എന്ന് പറഞ്ഞാൽ? പല ചിന്തകളും പല അർത്ഥങ്ങളുമാണ് അതിന് ഹല്ലേലൂയ കൊടുക്കുവാൻ കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം. തുണയില്ലാത്ത മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒന്ന് അല്ല സഹായമില്ലാത്ത മനുഷ്യൻ. സഹായമില്ലാത്ത മനുഷ്യൻ. ഹല്ലേലൂയ. തുണ ഒരു സപ്പോർട്ടിനാള് എന്നുള്ളതിനേക്കാൾ കൂടുതൽ അതിന്റെ ആ വാക്കിന്റെ യഥാർത്ഥ അർത്ഥം സഹായമില്ലാത്ത മനുഷ്യൻ. ഹല്ലേലൂയ. സഹായിപ്പാൻ ആരുമില്ലാത്ത, ഒരു സഹായവും ലഭിക്കാത്ത ഒരു മനുഷ്യൻ. ദൈവത്തിന് സ്തോത്രം. സങ്കീർത്തനക്കാരൻ ദൈവത്തോട് പറയുക, കർത്താവേ, ഞാൻ തുണയില്ലാത്തൊരു മനുഷ്യനാ. ഒരു സഹായവും എനിക്ക് ഹല്ലേലൂയ ലഭിക്കുന്നില്ല. ഒരു സഹായവും എനിക്ക് തരാൻ ആരുമില്ല. എന്നെ സഹായിക്കാൻ ആരുമില്ല. ഈ ഒരു വേദനയോടെ ദൈവമുൻപാകെ ആയിരിക്കുന്ന ഒരു ഭക്തനോട് ദൈവത്തിന്റെ വചനം എന്താ പറയുന്നത് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. സങ്കീർത്തനം 121 നമുക്ക് അതിന്റെ ആരംഭവാക്യം നമുക്ക് കാണാതെ അറിയാം. ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിങ്കൽ നിന്ന് വരുന്നു. സഹായമില്ലാത്ത ഒരു മനുഷ്യനെന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ ഭാരപ്പെടുന്ന ഒരുവനോട് ദൈവം പറയുകയാണ്, നിന്റെ സഹായം വരുന്നത് ഈ ഭൂമിയിൽ നിന്നല്ല, ഈ ഭൂമിയുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്നല്ല, ഈ കാണുന്ന സകലത്തെയും നിർമ്മിച്ചവനായ ഉളവാക്കിയ ഒരുവൻ ഉയരത്തിലുണ്ട്, നിന്റെയും സൃഷ്ടിതാവായ ഒരുവൻ ഉയരത്തിലുണ്ട്, അവനിൽ നിന്നാണ് നിനക്ക് സഹായം ലഭിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ അനുഭവം അതാണ്. ആരും സഹായിപ്പാനില്ലാതിരുന്ന വേളകളിലും നമ്മെ സഹായിച്ച ഒരുവനെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരുവനെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ആ കർത്താവിനെ നമ്മൾ ജീവിതത്തിൽ അനുഭവിച്ചവരാണ്. അതാണ് പിന്നെയും ആ ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും നമ്മെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വലിയ ഘടകം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. സങ്കീർത്തന പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അത് ശ്രദ്ധേയമായ ഒരു ചിന്തയാണ്. നിന്റെ സഹായം ഉയരത്തിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് എന്റെ സഹായം ഉയരത്തിൽ നിന്നാണ് വരുന്നത്, ഉയരത്തിലെ ദൈവമാണ് എന്നെ സഹായിക്കുന്നത് എന്ന് ഉറപ്പുള്ളവനോട് ദൈവത്തിന്റെ വചനത്തിൽ വീണ്ടും പറയുന്നു, സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനിൽ നീ എന്ത് ചെയ്യരുത്? ആശ്രയിക്കരുത്. ദൈവത്തിന് സ്തോത്രം. ഈ ലോകത്തിലുള്ളതായ മനുഷ്യരൊക്കെ ഒരുപക്ഷെ പ്രാപ്തി ഉണ്ടെന്ന് തോന്നും, അവരെന്നെ സഹായിക്കുമെന്ന് തോന്നും. ചിലപ്പോൾ ചിലർ നമ്മോട് ഇങ്ങോട്ട് പറയും, ഞാൻ നിന്നെ സഹായിക്കാം. ഹല്ലേലൂയ. പക്ഷെ സമയം വരുമ്പോഴൊക്കെ ഈ പറഞ്ഞവരൊക്കെ മാറിപ്പോകും. എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവജനമേ, എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, ഈ ഭൂമിയിലുള്ള ബന്ധങ്ങളൊക്കെ മാറിപ്പോകും, സ്വന്തങ്ങളൊക്കെ മാറിപ്പോകും. എങ്കിലും സഹായിപ്പാൻ ഒരുവൻ ഉയരത്തിലുണ്ട് എന്നുള്ളത് മറക്കരുത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരം, ദൈവത്തിന്റെ സഹായത്തിൽ അല്ലെ ചാരുന്നതിന് പകരം, ഈ മനുഷ്യരിൽ ഏതെങ്കിലും നിലയിൽ കണ്ണുകൾ പതിപ്പിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ, അവർ നിന്നെ സഹായിക്കയില്ല. നോട്ടം മനുഷ്യനിലേക്കാകരുത്, നോട്ടം ദൈവത്തിലേക്കാകണം. ദൈവത്തിന് സ്തോത്രം. അവിടെ നിന്നാണ് എനിക്കൊരാശ്വാസം വരുന്നത്, അവിടെ നിന്നാണ് എനിക്കൊരു വിടുതൽ ഉണ്ടാകുന്നത്. എനിക്ക് എന്തെങ്കിലും ഒരു ജീവിതത്തിലെ ഹല്ലേലൂയ കേവല ഒരു വിടുതൽ ഞാൻ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ അതെന്റെ ദൈവം തരുന്ന വിടുതൽ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നമ്മെ സഹായിക്കുമെന്ന് പറയുമ്പോൾ അതിന്റെ ഒരർത്ഥം മറക്കരുത്, അത് ദൈവം മനുഷ്യരെ ചിലപ്പോൾ അതിനുവേണ്ടി ഉപയോഗിച്ചെന്നിരിക്കാം.
ഹല്ലേലൂയ. അല്ലെ വ്യക്തികളെ ചിലപ്പോൾ കൂട്ടായിട്ട് ദൈവം അതിനു വേണ്ടി ഉപയോഗിച്ചെന്നിരിക്കുക. ദൈവത്തിന് സ്തോത്രം. നാം അറിയാതെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ, നാം അറിയാതെ നമ്മെ സഹായിക്കാൻ, ഹല്ലേലൂയ, നാം അറിയാത്ത ഒരു വ്യക്തിയെ ദൈവം പക്ഷേ ദൂരെ ഒരുക്കിയെന്നിരിക്കുക. ദൈവത്തിന് സ്തോത്രം. അത് ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണ്. എന്നാൽ ഡയറക്റ്റായിട്ട് ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരം, ദൈവത്തിന്റെ സഹായത്തിൽ ഹല്ലേലൂയ ആശ്രയിക്കുന്നതിന് പകരം നേരെ മനുഷ്യനിലേക്ക് നോക്കിയിരുന്നാൽ അതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ആ വചനം പറയുന്നത്, സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനിൽ ആശ്രയിക്കരുത്. എന്തെങ്കിലും ചെയ്യുമെന്ന് തോന്നിയാൽ, എന്തെങ്കിലും തരുമെന്ന് തോന്നിയാൽ, എന്തെങ്കിലും സഹായിക്കുമെന്ന് തോന്നിയാൽ, അവർ എന്നോട് കൂടെ ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, അവരെന്നെ സഹായിച്ചിരുന്നെങ്കിൽ അല്ലെ എന്റെ ഈ ഗതികേടൊക്കെ മാറുമായിരുന്നു എന്ന് ഒക്കെ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒക്കെ നമ്മൾ പറഞ്ഞു കാണും. ഹല്ലേലൂയ. എന്റെ ഇന്നാരും ഒക്കെ വലിയ കാശുകാരാ. ഹല്ലേലൂയ. അവരൊക്കെ വലിയ പ്രാപ്തിയുള്ളവരാ, അവരൊക്കെ വലിയ സമ്പന്നന്മാരാ. അവരൊക്കെ ഒരു ചെറുവിരൽ അനക്കിയിരുന്നെങ്കിൽ ഒരുപക്ഷെ എന്ന് എന്റെ കുടുംബം രക്ഷപ്പെട്ടനെ എന്നൊക്കെ പറയും. പക്ഷേ അവരെ ആരെയും നിനക്ക് വേണ്ടി ദൈവം ഉണർത്തിക്കാതിരുന്നത് ദൈവത്തിന്റെ നീതിയാ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ സേവിക്കുന്നതായ നീ ഈ ലോകത്തിലെ ഒരു മനുഷ്യന്റേതായ കഴിവിൽ ആശ്രയിച്ച് അവൻ നിന്നെ സഹായിച്ചെന്ന് പറയാൻ ദൈവം ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് വെളിപ്പാടുള്ള അബ്രഹാം ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, നീ എന്നെ സമ്പന്നനാക്കി എന്ന് പറയാൻ എന്റെ ദൈവത്തിന് ഇഷ്ടമല്ല. അതുകൊണ്ട് ദൈവം തരുന്നതും തരുമ്പോഴും മതി. മൽക്കീസേദെക്ക് ഇങ്ങനെ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ, സമ്പത്ത് നീ എടുത്തോ, ആളുകളെ ഇഞ്ഞു വിട്ടു തന്നേരെ. നീ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്തല്ലേ, നീ എനിക്ക് വേണ്ടി ചില കാര്യങ്ങളൊക്കെ ചെയ്തല്ലേ, സമ്പത്ത് നീ എടുത്തോ. ഈ ഭൂമിയിൽ ഏത് മനുഷ്യനും ആഗ്രഹിക്കുന്ന ഒരു ന്യായമായ ആഗ്രഹം അതല്ലേ. അതുകൊണ്ട് നീ അതെടുത്തോ, അതിനകത്ത് ഒരു ദോഷവുമില്ല. ആര് കേട്ടാലും അതിനൊരു തെറ്റ് പറയാനില്ല. പക്ഷേ അബ്രഹാമിനറിയാം, എന്നെ വിളിച്ചിറക്കിയ ഒരു ദൈവമുണ്ടെങ്കിൽ, കൽദയരുടെ പട്ടണമായ ഊരിൽ ഈ ദൈവത്തെ അറിയാതിരുന്ന ഒരു കാലയളവിൽ എന്നെ തിരഞ്ഞെടുത്തൊരു ദൈവമുണ്ടെങ്കിൽ, എന്നെ പുറപ്പെടുവിച്ചൊരു ദൈവമുണ്ടെങ്കിൽ, അവൻ എന്നെ മാനിക്കും, അവൻ എന്നെ സഹായിക്കും, അവൻ എനിക്ക് വേണ്ടി കരുതും. ഹല്ലേലൂയ. മൽക്കീസേദെക്ക് ഒരു യഹോവയുടെ അഭിഷക്തനാണ്. ഹല്ലേലൂയ. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഹല്ലേലൂയ ഒരു പോരായ്മയായിട്ടൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. പക്ഷേ അബ്രഹാമിന്റെ വെളിപ്പാട് അതിനെക്കാട്ടിലൊക്കെ ഒത്തിരി അപ്പുറമാ. ഹല്ലേലൂയ. വിശ്വാസത്തിൽ പഴക്കമില്ലെങ്കിലും, വിശ്വാസത്തിൽ ഒത്തിരി പാരമ്പര്യമില്ലെങ്കിലും, ഇന്നലെ ഇവിടെ അറിവ് ദൈവത്തെക്കുറിച്ചുള്ളെങ്കിലും അവന് കിട്ടിയ അറിവ് വലിയതാണ്. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ഹല്ലേലൂയ, ഇന്ന് ലോകത്തിലുള്ളതായ പലർക്കുമില്ലാത്ത, അവർക്കുള്ളതിനേക്കാൾ ഒരാഴമേറിയ അറിവ്, ഒരു ശ്രേഷ്ഠമായ അറിവ് എനിക്കും നിനക്കും ഉണ്ടായില്ലെങ്കിൽ ആത്മീയ വളർച്ചയിൽ നമ്മൾ ശിശുക്കളാണ് എന്നുള്ള യാഥാർത്ഥ്യം മറക്കരുത്. ദൈവത്തിന് സ്തോത്രം. ഇന്നും ഹല്ലേലൂയ മനുഷ്യന്റെ കണ്ണുകളിലേക്ക് നോക്കി അബ്രഹാം അത് കൈനീട്ടി വാങ്ങിയാൽ അബ്രഹാമെ തെറ്റായി പോയെന്ന് പറയാൻ ആർക്കും അബ്രഹാമിനോട് കഴിയത്തില്ല. കാരണം അബ്രഹാം പറയും, അവന്റെ യുദ്ധം ഞാൻ പോയി നടത്തിയതാ, ഞാൻ ചോദിച്ചതല്ല, അവൻ എന്നോട് പറഞ്ഞതാ, നീ എടുത്തോളാൻ പറഞ്ഞതാ, വെച്ച് നീട്ടിയത് കൊണ്ട് ഞാൻ എടുത്തതാ. ഇല്ല, കടപ്പാടുണ്ടെങ്കിലും ഹല്ലേലൂയ അർഹതയുണ്ടെങ്കിലും എനിക്കത് വേണ്ട. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, ചിലതൊക്കെ കർത്താവിന് വേണ്ടി നിൽക്കുന്നത് കൊണ്ട് വേണ്ട എന്ന് നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ന്യായമായി കിട്ടേണ്ടത് പോലും കർത്താവിന്റെ നാമനിമിത്തം വേണ്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇരട്ടിയല്ല, അതിന്റെ 4 മടങ്ങ് നൽകാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. അങ്ങനെ ഒരു ദൈവത്തെ ഞാനും നിങ്ങൾ കണ്ടത് അത് നമ്മുടെ അനുഭവമാണ്. അത് എന്റെ അനുഭവം മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെ അനുഭവം, ഈ ദൈവദാസന്മാരുടെ അനുഭവം. ഈ കർത്താവിനെ സേവിപ്പാൻ തിരിച്ചിട്ട് അല്ലെ ലോകം തരുന്നത് വേണ്ട എന്ന് വെച്ചെങ്കിൽ അതിനൊക്കെ അപ്പുറത്തായിട്ട് എന്തെല്ലാം വേണ്ട എന്ന് പറഞ്ഞു അതൊക്കെ ദൈവം തരും. സാമ്പത്തികം മാത്രമല്ല, ലോകത്തിന്റെ ഏത് കാര്യങ്ങളാണെങ്കിലും ഹല്ലേലൂയ അതൊക്കെ ദൈവം നമുക്ക് തരും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നഗ്നനെ കണ്ടു, അവനെ ഉടുപ്പിക്കുവാൻ നിനക്കുള്ളതിൽ ഒന്ന് എടുത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ, ദൈവവൈദ്യരെ ഉടുത്തു കൊതി തീരത്തക്കോളം നിന്നെ അനുഗ്രഹിപ്പാൻ ദൈവം വിശ്വസ്തന്. അല്ലെ, ഒരു നേരത്തെ ആഹാരം നിന്റെ കുഞ്ഞുങ്ങൾ കഴിക്കേണ്ടത് ദൈവം നാമനിമിത്തം കടന്നു വന്ന് ഒരു പാവപ്പെട്ടവന്റെ മുമ്പിൽ അത് വിളമ്പിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ, തിന്നു മതി തീരാത്ത നിലകളില്, മതി പോരാത്ത നിലകളില് നിന്റെ മുമ്പിൽ ഹല്ലേലൂയ വിഭവങ്ങളുടെ കലവറ തന്ന് നിന്നെ മാനിപ്പാൻ ദൈവം വിശ്വസ്തനാണ്. ദൈവം ആർക്കും കടക്കാരനല്ല, അവൻ ആരെയും കുറച്ചു കളയുന്നവനല്ല. ഹല്ലേലൂയ. അതുകൊണ്ട് വചനം പറയുന്നത്, സഹായിപ്പാൻ കഴിയാത്ത
കർത്താവ് ഒരു വാഗ്ദത്തം തന്നിട്ടുണ്ട്, ഞാൻ നിന്നെ സഹായിക്കാം. യെശയ്യാ പ്രവചനം 41:10 വാക്യം. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. അതാ ദൈവത്തിന്റെ വാഗ്ദത്തം. ഹല്ലേലൂയ. സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രൻ നീ ആശ്രയിക്കരുതെന്ന് കർത്താവ് പറഞ്ഞു. അത് കേട്ട് വിശ്വസിച്ച് ആശ്രയമെല്ലാം ആ നിലയിലുള്ളത് ഉപേക്ഷിച്ച് ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി സ്വർഗത്തിലേക്ക് നോക്കിയിരിക്കുന്ന ദൈവവൈദ്യനോട് ദൈവം ഉറപ്പായിട്ടൊരു വാഗ്ദത്തം പറയുക, ഞാൻ നിന്നെ സഹായിക്കാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എപ്പോഴെങ്കിലും സഹായിക്കാമെന്നല്ല, നിനക്കൊരു വിടുതൽ ആവശ്യമുള്ളപ്പോൾ, നിനക്കൊരു ഉദ്ധാരണം ആവശ്യമുള്ളപ്പോൾ, നിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ഒരു ദൈവത്തിൻ്റെതായ കരം എപ്പോഴാണോ വെളിപ്പെടേണ്ടത് ആ സമയത്ത് നിന്നെ സഹായിപ്പാൻ ദൈവം വിശ്വസ്തനാ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ദൈവമക്കളെ, ആ എളിയവന്റെ ജീവിതത്തിൽ, ആ ഹല്ലേലൂയ സഹായിപ്പാനായിട്ട് ആരുമില്ലാത്തവന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ അവനെ അടുത്തു വന്ന് സഹായിക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. 72-ാം സങ്കീർത്തനത്തിന്റെ 12-ാമത്തെ വാക്യം അത് തന്നെയാണ്. അവൻ നിലവിളിക്കുന്ന ഹല്ലേലൂയ ദരിദ്രനെയും സഹായമില്ലാത്ത ഈ എളിയവനെയും വിടുവിക്കുമല്ലോ. ഇന്ന് പകൽ സഹായമില്ലാത്ത ഒരു എളിയവനാണെങ്കിൽ, കർത്താവേ എന്നെ സഹായിപ്പാൻ ആരുമില്ല, ഹല്ലേലൂയ എനിക്ക് ഈ ഭൂമിയിൽ ആരുമില്ല. ദൈവത്തിന് സ്തോത്രം. ചില പ്രിയപ്പെട്ടവരുടെ പ്രയാസം, സഹായിപ്പാനൊക്കെ ആളുകളുണ്ട്, പക്ഷേ അവരാരും ഒന്നും എന്ത് ചെയ്യുന്നില്ല. എന്നാൽ മറ്റൊരു കൂട്ടം ആളുകളുടെ വേദന, കർത്താവേ എനിക്ക് ആരും ഇല്ല. ഇത് വാസ്തവമാണ്. ഹല്ലേലൂയ. രണ്ടർത്ഥത്തിലും ആരുമില്ലെന്നുള്ളത്, സഹായിപ്പാൻ ആരുമില്ലെന്നുള്ളത് ശരിയായ ഒരു ചിന്തയാണ്. ഒന്ന്, എല്ലാവരും ഉണ്ടെങ്കിലും ആരും സഹായിക്കുന്നില്ല. അതുകൊണ്ട് ദൈവത്തോട് പറയാം, കർത്താവെ സഹായിപ്പാൻ ആരുമില്ല, എല്ലാവരും മാറി മാറി നിൽക്കുകയാണ്. രണ്ടാമത്തെ ചിന്ത, എനിക്ക് ആരുമില്ല, കൂടപ്പിറപ്പെന്ന് പറയാൻ ആരില്ല, മാതാപിതാക്കൾ എന്ന് പറയാൻ ആരില്ല, ഹല്ലേലൂയ സഹായിപ്പാൻ കഴിവുള്ളവരാരുമില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. സഹായമില്ലാത്ത എളിയവനെ അവൻ വിടുവിക്കും. ദൈവത്തിന് സ്തോത്രം. ഈ പകൽക്കാലം ഈ സഭായോഗത്തില് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളെ, എന്നെ സഹായിപ്പാൻ ആരുമില്ല, ഞാനൊരു തുണയില്ലാത്തവനെന്ന് ഇന്ന് പകൽ നിന്റെ സാഹചര്യം നിന്നെ കൊണ്ട് പറയിപ്പിക്കുമ്പോൾ, ഇന്ന് പകൽ ആ വചനം പറയുന്നു, സഹായിപ്പാൻ ആരുമില്ലാത്തവനെ സഹായിപ്പിക്കുന്ന ഒരു കർത്താവ്, സഹായിക്കുന്ന ഒരു കർത്താവ് ഉയരത്തിലുണ്ട്. ആ ദൈവം നിന്നെ നിശ്ചയമായും സഹായിക്കും. ആ ദൈവത്തിലുള്ള ആശ്രയം നഷ്ടപ്പെടരുത്, ആ ദൈവത്തിലുള്ള വിശ്വാസം കുറയരുത്. അവൻ സഹായിച്ചിട്ടുള്ള ദൈവമക്കളാണ് ഇന്നു പകൽ ഇവിടെ ഇരിക്കുന്നത്. അവനിൽ നിന്ന് സഹായം ഇന്നും അനുഭവിക്കുന്നവരാണ് ദൈവസന്നിധിയിലായിരിക്കുന്നത്. കർത്താവ് നമുക്ക് തുണയായി നിൽക്കുന്നത് കൊണ്ട്, കർത്താവ് നമ്മെ സഹായിക്കുന്നത് കൊണ്ട് നമ്മളൊക്കെ ഈ പരുവത്തിലെങ്കിലും നിലനിൽക്കുന്ന ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, തുണയില്ലാത്തവനെന്ന് പറഞ്ഞതിന്റെ ഒന്നാമത്തെ അർത്ഥം സഹായിപ്പാൻ ആരുമില്ലാത്തവൻ. ഹല്ലേലൂയ. സ്വയം സഹായം അവന് ചെയ്യാൻ ആരുമില്ല, അവനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്തെ അർത്ഥം തുണയില്ലാത്തവൻ എന്ന് പറഞ്ഞാൽ ശക്തിയില്ലാത്തവൻ. ദൈവത്തിന് സ്തോത്രം. ഒരു ശക്തിയും അവനില്ല. ഹല്ലേലൂയ. അവൻ തുണയില്ലാത്തവനാ. എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഒരു ശക്തി ഉണ്ടെങ്കിൽ, അതിനുള്ളതായ ഒരു കാര്യപ്രാപ്തി ഉണ്ടെങ്കിൽ, അതിനുള്ളതായ ഒരു പ്രത്യേക നിലവാരമുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ പിടിച്ചു കയറാം, രക്ഷപ്പെടാമെന്ന് തോന്നും. പക്ഷേ ഈ വചനം പറയുന്നു, ഞാനൊരു തുണയില്ലാത്തവനാ, എനിക്കൊരു ശക്തിയുമില്ല. ഹല്ലേലൂയ. എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അതിനുള്ള പ്രാപ്തി എനിക്കില്ല, അതിനുള്ളതായ ശക്തി എനിക്കില്ല. ദൈവത്തിന് സ്തോത്രം. ഒത്തിരി വിശദീകരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ദൈവമക്കളെ, ആ ശക്തിയില്ലാത്തവനോട് കരുണ തോന്നുന്നവനാ ദൈവം. ദൈവത്തിന് സ്തോത്രം. നിനക്ക് ശക്തിയില്ലെന്ന് തോന്നുമ്പോൾ ഹല്ലേലൂയ നിന്നെ ശക്തീകരിക്കുന്ന ഒരു സ്രോതസ്സാണ് നീ ആശ്രയിക്കുന്ന ദൈവം. ദൈവത്തിന് സ്തോത്രം. 2 വാക്യങ്ങളിൽ അത് വളരെ വ്യക്തമാണ്. ഫിലിപ്പ് ലേഖനം 4:13 നമ്മളോട് ഇങ്ങനെ പറയുന്നു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. തീമോത്തിയോസിന്റെ ലേഖനം 1 തീമോത്തിയോസ് 1:12 ഇങ്ങനെ വായിക്കുന്നു, എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുയേശു എന്ന കർത്താവ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ജീവിതത്തിൽ ശക്തി ചോർന്നു പോകുമ്പോൾ, ശക്തിയില്ലെന്ന് തോന്നുമ്പോൾ, ഹല്ലേലൂയ, കർത്താവെ ഞാൻ തുണയില്ലാത്ത ഒരു മനുഷ്യന്, എനിക്ക് ശക്തിയില്ല, ഒറ്റയ്ക്ക് നിൽക്കാനുള്ളതായ ഒരു പ്രാപ്തിയില്ലെന്ന് തോന്നുമ്പോൾ, ദൈവത്തിന്റെ വചനം പറയുന്നു, ശക്തി നൽകുന്ന ഒരു കർത്താവ്. പൗലോസിന്റെ ജീവിതം നമുക്കറിയാം. ശക്തിയില്ലാത്ത മനുഷ്യനല്ല. ഒറ്റയ്ക്ക് ഏത് കാര്യവും തീരുമാനമെടുക്കാനും അത് പ്രവർത്തിപ്പാനും ഹല്ലേലൂയ നല്ല ശേഷിയും പ്രാപ്തിയൊക്കെ ഒരു സമയത്ത് തനിക്കുണ്ടായിരുന്നു. ഈ മാർഗക്കാരായ ആളുകളെ കണ്ടാൽ അവരെ പിടിച്ചു കെട്ടി ഉപദ്രവിച്ച് വലിച്ചിഴച്ച്
ഏത് നിലയിലും അവരെ കൈകാര്യം ചെയ്യാനുള്ള അധികാരപത്രവും അതിനുള്ളതായ ശേഷിയും തനിക്കുള്ള ഒരു കാലയളവിൽ ഓടിക്കൊണ്ടിരുന്ന വേളയിലാണ് ദൈവം തന്നെ തിരഞ്ഞെടുത്തത്. മഹാപുരോഹിതന്മാരുടെ സപ്പോർട്ട് തനിക്കുണ്ട്, യഹൂദ ജനത്തിന്റെ സപ്പോർട്ട് തനിക്കുണ്ട്. ആ നിലയിൽ താൻ പറയുന്നത് പോലെ മറ്റു പലരെക്കാൾ അധികം മുതിർന്നു വന്നവനാ താൻ. ആ പാപികളിൽ ഒന്നാമനെന്ന് പറയത്തക്ക നിലയിൽ ക്രൂരവും നിഷ്ഠൂരമായ പ്രവർത്തികൾ ചെയ്യാനുള്ള കായിക ശക്തി ഉൾപ്പെടെയുള്ള ബലം, ആ ശക്തി തനിക്കുണ്ടായിരുന്നു. എന്നാൽ തന്റെ ശക്തിയേക്കാൾ വെല്ലുന്ന ഒരു ശക്തി തന്നെ കീഴ്പ്പെടുത്തിയപ്പോൾ ആദ്യം താൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കർത്താവേ നീ ആരാ? എന്നെ കർത്തൃത്വം നടത്തുന്ന, എന്റെ മേൽ അധികാരം ചെലുത്തുന്ന, എന്നെ നിയന്ത്രിക്കുന്ന, എന്നെ ബലഹീനപ്പെടുത്തുന്ന, ഒരു നുകത്തിൽ അമിക്കുന്നത് പോലെ എന്നെ കീഴ്പ്പെടുത്തുന്ന അവിടുന്ന് ആരാണ്? കർത്താവിന്റെ മറുപടി, ഞാൻ നീ ഉപദ്രവിക്കുന്ന യേശുവ. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അന്നുവരെ ഉണ്ടായിരുന്ന ആ ശക്തി, അന്നുവരെ ഉണ്ടായിരുന്ന ആ കായിക ബലം, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ള തന്റെ ആ തോന്നൽ അവിടം കൊണ്ട് മരവിച്ചു, അവിടം കൊണ്ട് അവസാനിച്ചു, അത് അവിടം കൊണ്ട് അസ്തമിപ്പാനിടയായി. വീണ്ടും ഞാൻ പറയുന്നത്, ഇന്ന് ഞാൻ ആയിരിക്കുന്നത് ദൈവകൃപയാൽ. ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടിയാ, മരിക്കുന്നത് എനിക്ക് ലാഭമാണ്. അതുകൊണ്ടാണ് 4:13 എഫേസ്യരിൽ താൻ ഇങ്ങനെ ഓർപ്പിച്ചത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് എന്റെ ശക്തി എന്ന് പറയുന്നത് എന്റെ ഹല്ലേലൂയ ജീവിതത്തിലുള്ള ഏതെങ്കിലും അല്ല സർട്ടിഫിക്കറ്റുകളല്ല, അധികാരപത്രമല്ല, മനുഷ്യന്റെ ഏതെങ്കിലും സപ്പോർട്ടല്ല. ഇന്ന് എന്റെ ശക്തി എന്ന് പറയുന്നത് എന്റെ കർത്താവ് കൂടുള്ളതാ. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ട ദൈവകൃപയിലായിരിക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ശക്തി ഇന്ന് പകൽക്കാലം ഏതെങ്കിലും ഒരു മനുഷ്യനിലാകരുത്, ഏതെങ്കിലും ഒരു വ്യക്തികളിലാകരുത്, ഏതെങ്കിലും ഒരു സാഹചര്യങ്ങളിലോ അനുഭവങ്ങളിലോ ആകരുത്, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ വാക്കുകളിലാകരുത്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ശക്തി കർത്താവിലായിരിക്കണം. കർത്താവില്ലെങ്കിൽ ഞാനില്ല എന്നൊരവസ്ഥയായിരിക്കണം നമ്മുടെ ചിന്താഗതി. ലോകാവസാനത്തോളം എല്ലാ നാളും നമ്മോട് കൂടെയുണ്ടെന്ന് അരുളി ചെയ്ത ദൈവം ഇന്ന് നമ്മോട് കൂടെയുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഭയപ്പെടേണ്ട എന്ന് അരുളി ചെയ്ത കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ അവൻ നമ്മെ ശക്തീകരിക്കും. ദൈവത്തിന് സ്തോത്രം. എപ്പോഴാ ദൈവം നമ്മെ ശക്തീകരിക്കുന്നത്? ഹല്ലേലൂയ. ശക്തി കുറയുന്നു എന്ന് തോന്നുമ്പോൾ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ ആ വാക്യം നമുക്കൊന്ന് വായിക്കാം. അതിന്റെ 40-ാം അധ്യായം 29-ാമത്തെ വാക്യം. ഹല്ലേലൂയ. ശക്തി കുറയുമ്പോൾ, ശക്തി കുറഞ്ഞു എന്ന ജീവിതത്തിൽ ബോധ്യപ്പെടുമ്പോൾ അതിനുവേണ്ടി ദൈവസന്നിധി കാത്തിരിക്കണം. കർത്താവേ, ഞാനൊരു തുണയില്ലാത്ത മനുഷ്യനാണ്, അപ്പോൾ തന്നെ എന്നിൽ ശക്തിയില്ല, എന്നിൽ ബലമില്ല. കർത്താവേ, അവിടുന്ന് എന്നെ ബലപ്പെടുത്തണമേ എന്ന് ദൈവസന്നിധിയിൽ കാത്തിരിക്കുവാൻ, അതിനുവേണ്ടി മറ്റൊരു വ്യക്തിയുടെ അടുക്കലുമല്ല, ദൈവസന്നിധിയിൽ നമ്മൾ കാത്തിരിക്കുകയാണ്. അവിടുത്തെ ബലം എന്നിലേക്കൊന്ന് പകരണമേ, അവിടുത്തെ ബലം എന്നിലേക്കൊന്ന് വ്യാപരിപ്പിക്കണമേ. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ, ഹല്ലേലൂയ, വെട്ടം കുറഞ്ഞതായ ഒരു ടോർച്ച് അതിന്റെ ഇലക്ട്രിസിറ്റിയുമായി അത് കണക്ട് ചെയ്ത് അത് ഓൺ ചെയ്യുമ്പോൾ അതിലേക്ക് ചാർജ് അല്ല ഗമിക്കുന്നത് പോലെ, അതിലേക്ക് ചാർജ് പുറപ്പെട്ട് അതിനെ ശക്തീകരിക്കുന്നത് പോലെ നമ്മെ ശക്തീകരിക്കുന്ന ഒരു സ്രോതസ്സാണ് നമ്മുടെ കർത്താവായ ദൈവം. ആ ദൈവസന്നിധിയിൽ കാത്തിരുന്ന്, ദൈവമേ നീ എന്നെ ബലപ്പെടുത്തണമേ, നീ എന്നെ ശക്തീകരിക്കണമേ എന്ന് ദൈവസന്നിധി പ്രാർത്ഥിച്ചാൽ, വചനത്തിൽ നാം ഇങ്ങനെ വായിച്ചു, അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, അവൻ ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ഇന്ന് പകൽക്കാലം ഒറ്റയ്ക്ക് നിൽക്കുവാൻ ഹല്ലേലൂയ കഴിയുകയില്ല. ഹല്ലേലൂയ. ഒറ്റയ്ക്ക് നിൽക്കുവാനായിട്ട് കഴിയാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. അതരം തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. ലജ്ജിക്കാതെ ദൈവത്തോട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയുടെ വലിപ്പമല്ല കർത്താവ് നോക്കുന്നത്, പ്രാർത്ഥനയുടെ വാക്കുകളല്ല കർത്താവ് നോക്കുന്നത്, പ്രാർത്ഥനയുടെ ട്യൂണല്ല ദൈവം നോക്കുന്നത്, പ്രാർത്ഥനയിലെ ആത്മാർത്ഥതയാണ്. ഹല്ലേലൂയ. ഒത്തിരി നേരം പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും വചനത്തിന്റെ വാക്കുകൾ ചേർത്ത്, ഒരുപക്ഷെ വചനത്തിന്റെ വാക്കുകൾ ഉരുവിട്ട് പ്രാർത്ഥനയെ ആരംഭിച്ച് അതേ വാക്കുകൾ ഉരുവിട്ട് പ്രാർത്ഥന അവസാനിപ്പിക്കാൻ കഴിയുകയില്ലെങ്കിലും, ഒരു ദീർഘസമയത്തുള്ള പ്രാർത്ഥനയ്ക്കായുള്ള പ്രാപ്തി നമുക്കില്ലെങ്കിലും, പ്രാർത്ഥനയിൽ ഒരു ആത്മാർത്ഥതയുണ്ടോ, സ്വർഗം അതിന് ഹല്ലേലൂയ കണക്കിടാനിടയായിത്തീരും. ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്ന ഏതൊരു ദൈവവും നിന്റെ പ്രാർത്ഥനയ്ക്കും നോ പറയുന്നവനല്ല സ്വർഗത്തിലെ ദൈവം. നിന്റെ പ്രാർത്ഥന ഹ്രസ്വമാണെങ്കിലും അത് ദീർഘമാണെങ്കിലും, ഹല്ലേലൂയ, അത് ദൈവവചനത്തിന്റെ വാക്കുകൾ ഉൾക്കൊണ്ടതാണെങ്കിലും ഉൾക്കൊള്ളാത്തതാണെങ്കിലും, ഒരുപക്ഷേ
വാക്കുകൾ കൊണ്ട് ദൈവസന്നിധിയിൽ ആവശ്യങ്ങൾ പറയാൻ കഴിയാത്ത ഒരവസ്ഥയിൽ ഒരു നിലവിളി മാത്രമേ അത് നാവിൽ നിന്ന് പുറപ്പെടുന്നുള്ളെങ്കിൽ, ആ അതരങ്ങളിൽ നിന്ന് പുറപ്പെടുന്നുള്ളെങ്കിൽ, ആ ജീവിതത്തിൽ നിന്ന് പുറപ്പെടുന്നേ ഉള്ളെങ്കിൽ അതുപോലും കേൾക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. ഇനി ഒന്നുകൂടെ പറഞ്ഞാൽ, നിലവിളിക്കാൻ പോലും കഴിയാത്തതായ ഒരവസ്ഥയിൽ ഒരു ഗദ്ഗതം മാത്രമേ ഉള്ളിന്റെ ഉള്ളറയിൽ നിന്ന് പുറപ്പെടുന്നുള്ളെങ്കിൽ അതിന്റെ പോലും അർത്ഥമല്ലേ വായിച്ചറിഞ്ഞ്, അതിന്റെ പോലും അർത്ഥമറിഞ്ഞ് നിന്നെ സഹായിപ്പാൻ, എന്നെ സഹായിപ്പാൻ ആ ദൈവം വിശ്വസ്തനാണ്. അവൻ തുണയില്ലാത്തവനെ സഹായിക്കുന്നവനാ, ശക്തീകരിക്കുന്നവനാ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവേ ഞാൻ ശക്തിയില്ലാത്തവനാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നലകളിലെ ശക്തി കുറഞ്ഞുപോയി, ഇന്നലകളിലെ ആ ബലം കുറഞ്ഞുപോയി, ഇന്നലകളിലെ ആ പ്രാപ്തി കുറഞ്ഞുപോയി. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ശക്തി കുറഞ്ഞു പോകാൻ ഒരുപാട് കാരണങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. എല്ലാം ഓർപ്പിക്കാൻ ഹല്ലേലൂയ എന്റെ മുമ്പിൽ സമയമില്ല. എങ്കിലും ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ. ദൈവം ഒരു കാലത്ത് തന്ന ശക്തി അത് കുറഞ്ഞു പോകുന്നതിന്റെ കാരണം ദൈവത്തിൻ്റെതല്ല, നമ്മുടേതാണ്. നമ്മുടെ ഏതെങ്കിലും നടപടിക്രമങ്ങൾ കൊണ്ടോ നമ്മുടെ ഏതെങ്കിലും നിലയിൽ പെരുമാറ്റത്തിലുള്ള ജീവിതത്തിലുള്ള പോരായ്മ കൊണ്ടാണ് ഈ ശക്തി എന്ത് ചെയ്തത്? കുറഞ്ഞു പോയത്. ദൈവത്തിന് സ്തോത്രം. അല്ലെങ്കിൽ ആ ശക്തി കുറയത്തില്ല. എവിടെങ്കിലും ഒരു പോരായ്മയുണ്ട്. ഹല്ലേലൂയ. അത് പറയാൻ ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. പ്രത്യേകിച്ച് ഈ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന പ്രിയപ്പെട്ടവർക്കറിയാം, ചില അവസരങ്ങളിൽ നമ്മൾ പറയാറുണ്ട്, നല്ല നിലയിൽ ഓടിക്കൊണ്ടിരുന്ന വാഹനമാണ്, അത് പെട്ടെന്ന് അത് നിലച്ചു. നമ്മളത് ഓരോ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഒരുപക്ഷെ ആളുകൾ പറയും, അതിൻ്റെ ബാറ്ററിക്ക് അതിൻ്റെ ചാർജില്ല. അപ്പോൾ ഏതെങ്കിലും നിലയിൽ നമ്മളത് ഒരു വിദഗ്ധമായ നിലയിൽ പരിശോധിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്, എവിടെങ്കിലും ഇത് അതിൻ്റെ ആ ബാറ്ററിയുടെ ശക്തി അല്ലെങ്കിൽ ശേഷി നഷ്ടപ്പെടുന്ന നിലയിൽ എവിടെങ്കിലും അതിൻ്റെ ഭാഗങ്ങൾ വല്ലാതെ അതിൻ്റെ ബോഡിയുമായി ടച്ച് ചെയ്ത് ആ ശക്തി അതിലൂടെ പോകും. ചിലപ്പോൾ ഈ വാഹനങ്ങളുടെയൊക്കെ ഹോൺ അടിച്ച് മുന്നോട്ട് പോയി കുറച്ച് കഴിഞ്ഞ് എവിടെങ്കിലുമൊക്കെ കൊണ്ട് വെച്ച് കഴിഞ്ഞ് പിന്നെ എടുത്ത് ഈ വാഹനത്തിൻ്റെ ഹോൺ അടിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് അതിന് ശക്തിയില്ല. എന്താണെന്നറിയാമോ? ചിലപ്പോൾ അത് ലൂസായി, അത് എർത്തായിട്ട് ഇതിനകത്തെ ഉള്ള ശക്തി മുഴുവൻ അങ്ങ് പോകും. അപ്പം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരാംശം ഇത്രയേ ഉള്ളൂ. അല്ല, ഏതോ പോരായ്മ കൊണ്ടാണ്, ഒരു ഡിസോർഡർ സംഭവിച്ചത് കൊണ്ടാണ് ഈ ശക്തി പോയത്. ഒത്തിരി കാരണമുണ്ട്, അതിലൊരു കാരണമാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ തിരുവചനത്തിൽ ഒരു തെളിവുണ്ട്. ഹല്ലേലൂയ. നമുക്ക് വളരെ നന്നായിട്ടറിയാവുന്ന വളരെ പ്രഗത്ഭനായ ഒരു മനുഷ്യനെ പഴയ നിയമത്തിൽ കാണും. ആ പുള്ളി ചെയ്തതുപോയിട്ടുള്ള കാര്യങ്ങളൊന്നും വേദപുസ്തകത്തിൽ ആരും പിന്നീട് എന്ത് ചെയ്തിട്ടില്ല. അസാധാരണ കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്ത ഒരു മനുഷ്യനാണ്. ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ശിംശോൻ എന്ന് പറയുന്ന കഥാപാത്രം. അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യം ഇതുവരെ വേദപുസ്തകത്തിലല്ല, ലോക ചരിത്രത്തിൽ ആരും ചെയ്തിട്ടില്ല. നമ്മളൊന്നും കണ്ടിട്ടില്ല, നമ്മളൊന്നും അത് ചെയ്യാൻ പരിശ്രമിച്ചിട്ടില്ല, നമ്മളെ കൊണ്ട് നടക്കത്തില്ലെന്നുള്ളത് നന്നായിട്ടറിയാം. ദൈവത്തിന് സ്തോത്രം. കയറൂരിപ്പോയ ഒരാടിനെ പിടിക്കാൻ നമ്മൾ പലപ്പോഴും പെടുന്ന പെടാപ്പാടും നമുക്കറിയാം. കാരണം ആ സ്ഥാനത്ത് ആ 300 കുറുക്കന്മാരെ പിടിച്ച് വാലോട് വാല് ചേർത്ത്, ദൈവമക്കളെ, അതൊരു ഉപമയല്ല, ഒരു കഥയല്ല, ഒരു സംഭവമാണ്. ദൈവത്തിന് സ്തോത്രം. ഈ നിലയിലുള്ള ഒരു വലിയ ഒരു ദുരന്തത്തിന് വഴിയൊരുക്കാൻ തക്കവണ്ണമുള്ള ശക്തിയുള്ള ഒരു മനുഷ്യൻ, ദൈവം ശക്തീകരിച്ച ഒരു മനുഷ്യൻ. അവനെ ദൈവം തിരഞ്ഞെടുത്തതിന്റെ ഉദ്ദേശം ദൈവനാമത്തിന് വേണ്ടി ചിലതൊക്കെ ചെയ്യാനായിട്ട്, പ്രത്യേകിച്ച് ഇസ്രായേൽ ജനത്തെ ഫെലിസ്ത്യന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുക, രക്ഷിക്കുക. ഏറ്റവും വലിയൊരു ദൗത്യമാണ് ഈ ശിംശോനെ ഈ ഭൂമിയിലേക്ക് അയച്ച് ശക്തീകരിച്ചതിന്റെ ഏറ്റവും പരമപ്രധാനമായ ഉദ്ദേശം. ആ ഒരു ദൗത്യത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി ഇവരിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. ദൈവാത്മാവിന്റെ നിയോഗമനുസരിച്ച് പല കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്ത് പോയ കൂട്ടത്തിലാണ് തന്റെ ജീവിതം ഒരല്പം പാളിപ്പോകാനിടയായി. പാളിപ്പോയി എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ തന്നെ തകർത്ത് കളയാൻ തനിക്ക് എതിരായി നിന്ന ശത്രു അതിന്റെ നിലകളിലുള്ള ആസൂത്രണങ്ങളും കാര്യങ്ങളും ഒക്കെ അവർ ചെയ്തു. അവരൊരു സ്ത്രീയുടെ അടുക്കൽ ചെന്ന് ഫെലിസ്ത്യ പ്രഭുക്കന്മാർ പറഞ്ഞു, 1100 വെള്ളിപ്പണം വീതം ഞങ്ങൾ ഓരോരുത്തരും നിനക്ക് എന്ത് ചെയ്യാം? തരാം. പുസ്തകം വായിക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയും. 1100 ഹല്ലേലൂയ പണം വീതം ഞങ്ങൾ ഓരോരുത്തരും തരാം. എങ്ങനെയെങ്കിലും അവന്റെ ശക്തിയുടെ
ആ രഹസ്യം ഒന്ന് മനസ്സിലാക്കി അവനെ ഒന്ന് തളച്ചു തരണം. നിന്നെ കൊണ്ട് ഇത് പറ്റത്തുള്ളൂ. ആരംഭഘട്ടങ്ങളിലൊന്നും നടന്നില്ല, നമുക്കറിയാം. ഹൃദയത്തിന്റെ ശക്തിയുടെ രഹസ്യം, ജീവിതത്തിലെ ശക്തിയുടെ രഹസ്യം അവൻ ഒരാളോട് പങ്കുവെക്കാനായി തയ്യാറാകാതെ സൂക്ഷിച്ചിരുന്നിടത്തോളം കാലം അവനെ മുട്ടുകുത്തിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. പക്ഷേ എന്ന് ആ ശക്തിയുടെ ഉറവിടകത്തെക്കുറിച്ച് അവൻ മനസ്സ് തുറന്നുവോ അവനെ അവർ ഒതുക്കി തുടങ്ങാനിടയായി. സാരാംശം നമുക്കറിയാം. ഒടുവിലായി അവനെ ഉറക്കി അവന്റെ തലയിലെ 7 ജടയും മുറിച്ചു മാറ്റി. ദൈവത്തിന് സ്തോത്രം. അതിലൊക്കെ ഒത്തിരി അർത്ഥമുണ്ട്. ഹല്ലേലൂയ. 7 എന്ന് പറയുന്നത് ദൈവിക സംഖ്യ. 7 എന്ന് പറയുന്നത് പുതിയ നിയമ ഉപദേശത്തോടുള്ള ബന്ധത്തില. ഉപദേശം തകർത്തവന് ജീവിതത്തിൽ നിലനിൽപ്പില്ല. ഉപദേശത്തിൽ നിലനിന്നെങ്കിൽ മാത്രമേ ശക്തിയും നിലനിൽക്കാൻ കഴിയുള്ളൂ. എന്ത് ഉപദേശം നമ്മൾ ഇല്ലായ്മ ചെയ്യുന്നുവോ, ഉപദേശത്തെ നമ്മൾ കാറ്റിൽ പറത്തുന്നുവോ, അല്ല പിന്നെ നമുക്ക് അല്ലെങ്കിൽ ഈ ഭൂമിയിൽ നിലനിൽക്കുവാൻ ദൈവം മുൻപാകെ കഴിയത്തില്ല. പ്രാഗൽഭ്യത്തോടെ ദൈവസന്നിധി നിൽക്കുവാൻ. അങ്ങനെ ഈ തലയിലെ ജട 7 നഷ്ടപ്പെട്ട ശിംശോനെ അവൾ ഒതുക്കി തുടങ്ങി. തന്റെ ശക്തി തന്നെ വിട്ടുപോയി എന്നറിയാതെ ഫിലിസ്ത്യരിതാ കടന്നു വരുന്നു. ശിംശോനെ എന്ന് ദലീലയുടെ വാക്ക് ശിംശോന്റെ കാതുകളിലേക്ക് കേട്ടപ്പോൾ മുമ്പിലത്തെ പോലെ ഒഴിയുമെന്ന് വിചാരിച്ച് അവൻ അതിനുവേണ്ടിയുള്ള സാഹസികതയിൽ അവൻ മുന്നേറാനിടയായി. പക്ഷേ അവൻ നടന്നില്ല. ഇന്നലെ വരെയും ഇങ്ങനെ ഒരു വാക്ക് കേട്ടപ്പോൾ തന്നെ ബന്ധിച്ചിരുന്നത് നൂൽപ്പാവോട് ചേർത്ത് തന്റെ തലയിലെ ജട ബന്ധിച്ചപ്പോഴും അത് മുഴുവനും അത് തകർത്തു കളഞ്ഞു. ഒരിക്കലും പെരുമാറിയിട്ടില്ലാത്ത കയറ് കൊണ്ട് ബന്ധിച്ചപ്പോൾ ആ കയറും അവൻ പൊട്ടിച്ചു കളഞ്ഞു. പച്ചയായ ഞാണുകൊണ്ട് ബന്ധിച്ചപ്പോഴും അവൻ അതും പൊട്ടിച്ചു കളഞ്ഞു. എന്നാൽ ഈ പ്രാവശ്യം തനിക്ക് കുടഞ്ഞൊഴിയാൻ കഴിഞ്ഞില്ല, തനിക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. അവന്റെ ശക്തി പോയി. ആർക്കും അന്നുവരെ അവനെ തൊടാൻ കഴിഞ്ഞില്ല. പക്ഷേ അന്ന് അവർ അവനെ തൊട്ടു എന്നുള്ളത് മാത്രമല്ല, അവന്റെ കണ്ണുകളുടെ കാഴ്ച ശക്തി നഷ്ടപ്പെടുത്തി. അവനെ മാവ് പൊടിക്കുന്ന ആ നിലയിലുള്ളതായ ഒരു ജോലിക്ക് വേണ്ടി ആക്കി. ഇന്നലെ വരെ അനേകരെ അടിപ്പെടുത്തിയ ശിംശോനിത ശക്തി നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ അവനെ അവർ അടിപ്പെടുത്തി. എന്നാൽ ഹല്ലേലൂയ, ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ശക്തി നഷ്ടപ്പെട്ടതായ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് അത് നഷ്ടപ്പെട്ടതിൻ്റെതായ ആ പോരായ്മകൾ മനസ്സിലാക്കി അതിന്റെ കുറവുകളും അത് നിമിത്തമുണ്ടായ വേദനകളും അനുഭവിച്ച് അത് നന്നായി മനസ്സിലാക്കി ഒരു മാനസാന്തരം തനിക്ക് ആവശ്യമാണെന്ന് ഉള്ളത്തിൽ ബോധ്യപ്പെട്ട ആ മനുഷ്യൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് 28-ാമത്തെ വാക്യം. ആ വാക്യം വായിച്ച ഈ ഒരു പ്രാവശ്യം കൂടെ എനിക്ക് ശക്തി നൽകണമേ എന്ന് പറഞ്ഞു. അനന്തരഫലം നമുക്കറിയാം, വിശദീകരിക്കുന്നില്ല. ദൈവം അവനെ ഓർത്തു. അവിടെ അവസാനം ആ അധ്യായം അവസാനിപ്പിക്കുമ്പോൾ എഴുതി പറയുന്നത് ഇങ്ങനെയാണ്: അവന്റെ മരണസമയത്ത് കൊന്നവർ ജീവകാലത്ത് കൊന്നവരെക്കാൾ അധികമായിരുന്നു. കൊന്നതിന്റെ എണ്ണമല്ല നമ്മുടെ വിഷയം. അവൻ പ്രാർത്ഥിച്ചു, ദൈവമേ ശക്തി ഒരു പ്രാവശ്യം കൂടെ തരണം. ആ പ്രാർത്ഥന ദൈവം അംഗീകരിച്ചു. ജീവിതത്തിൻ്റെതായ നടപടിക്രമങ്ങൾ കൊണ്ടും ജീവിതത്തിൻ്റെതായ പോരായ്മകൾ കൊണ്ടും ഇന്നലകളിൽ ദൈവം ആഗ്രഹിക്കാത്ത നിലയിലുള്ളതായ ബന്ധങ്ങളും അതിന്റെ ഇടപാടുകളും കൊണ്ടാണ് തന്റെ ശക്തി ചോർന്നു പോയതെങ്കിൽ അവൻ തിരിച്ചറിഞ്ഞ് അതിന് മുമ്പിൽ ദൈവസ്ഥ അനുതപിച്ചു പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ശക്തി മടക്കി കൊടുത്തു. ദൈവമക്കളെ, കഴിഞ്ഞ നാളുകളിൽ നാം പ്രാപിച്ചതായ അസാധാരണ ശക്തി, നമ്മെ നാമല്ലാതാക്കി മാറ്റിയ ശക്തി, നമുക്ക് പോലും ഇങ്ങനെ ഒരു വിടുതൽ എങ്ങനെ എന്റെ പ്രാർത്ഥനയ്ക്കും കണ്ണുനീരിനും ഉപവാസത്തിന്റെ മുമ്പിൽ നടന്നു എന്ന് തോന്നിക്കത്തക്ക നിലയിൽ നമുക്ക് നമ്മെ തന്നെ പോലും ഒരുപക്ഷെ വിശ്വസിപ്പാൻ കഴിയാത്ത നിലകളിൽ നമ്മെ ഒരു അസാധാരണ വ്യക്തിയാക്കി തീർത്ത ദൈവശക്തി എവിടെയോ കുറഞ്ഞുപോയി. ഇത് കുറയുന്നത് ആരംഭത്തിൽ അറിയത്തില്ല, നഷ്ടപ്പെടുന്നത് ആരംഭത്തിൽ അറിയത്തില്ല. അവിടെ വായിക്കുന്ന എങ്ങനെയാണ്? തന്റെ ശക്തി തന്നെ വിട്ടുപോയത് അവൻ അറിഞ്ഞില്ല. അറിഞ്ഞത് എപ്പോഴാണെന്നറിയാമോ? ഒരു വിഷയവുമായി ഏറ്റുമുട്ടേണ്ടി വന്നപ്പോഴാണ്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ പ്രാപിച്ച ദൈവകൃപ, നമ്മൾ വ്യാപരിക്കുന്ന ദൈവശക്തി നഷ്ടപ്പെടുന്നത് നാം അറിയുന്നില്ല. എങ്ങനെയാ നഷ്ടപ്പെട്ടത്, എവിടെയാ നഷ്ടപ്പെട്ടത് എന്നുള്ളത് നാം അറിയുന്നില്ല. പക്ഷേ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് വചനം പറയുന്നത് ദൈവഹിതമില്ലാത്തതായ രീതികളിലൂടെ, ഇടപാടിലൂടെ ജീവിതം പോയപ്പോൾ അവിടെയാണ് ശക്തി നഷ്ടപ്പെട്ടത്. ആ ഒരു ബന്ധമാണ് ശക്തി നഷ്ടപ്പെടുവാൻ കാരണമായി തീരുന്നത്. ആ ഒരു സഹകരണം, ആ ഒരു ഹല്ലേലൂയ മനസ്സ് തുറക്കുന്ന ഒരു അനുഭവം.
ദൈവമക്കളെ, ആത്മീക ജീവിതത്തിൽ എന്നും ചില രഹസ്യങ്ങൾ ഉണ്ടായിരിക്കണം. ആത്മീക ജീവിതത്തിന്റെ ഒരു രഹസ്യം, ഒരു ലോക മനുഷ്യന്റെ മുമ്പിൽ അടിയറവ് വെക്കരുത്. ഒരു ലോക മനുഷ്യനോട് പറയരുത്. എല്ലാം പറഞ്ഞാലും നിന്റെ ആത്മീക ജീവിതത്തിന്റെ അടിത്തറ ഇളക്കുന്ന യാതൊരു വിഷയങ്ങളും ഒരു ദൈവമല്ലാത്തവനുമായി ഷെയർ ചെയ്യരുത്. ഒരു ദൈവഹിതമല്ലാത്തതായ ഒരു വ്യക്തിയുമായി പറയരുത്. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ നാം അറിയാതെ അവർ നമ്മെ ഒതുക്കും. നാം അറിയാതെ അവർ നമ്മെ തളച്ചു കളയും. ഹല്ലേലൂയ. പിന്നെ ഒരു പരുവത്തിലുള്ള പ്രാർത്ഥന കൊണ്ടും ഉപവാസം കൊണ്ടും കണ്ണുനീര് കൊണ്ടും ശാസന കൊണ്ടൊന്നും രക്ഷപ്പെടാനൊക്കത്തില്ല. ഒത്തിരി വില കൊടുക്കണം. ദൈവത്തിന് സ്തോത്രം. അല്ല, ഒത്തിരി വില കൊടുത്തെങ്കിലേ അത് പിന്നെ തിരികെ പ്രാപിപ്പാൻ കഴിയുകയുള്ളൂ. ദൈവസന്നിധിയിൽ അനുദപിച്ച് കരഞ്ഞ നെടുമ്പാട് വീണ ദൈവത്തിന് തോന്നണം ഇനിയും അത് ഏൽപ്പിച്ചാൽ നമ്മൾ നിലനിർത്തുമെന്ന് തോന്നണം. അതുവരെ കരയണം. ദൈവത്തിന് സ്തോത്രം. എങ്കിലേ ആ ഒരു അനുഭവം കിട്ടത്തുള്ളൂ. പരിശുദ്ധാത്മാഭിഷേകത്തിന് വേണ്ടിയൊക്കെ കാത്തിരുന്നതായ ആളുകൾ തങ്ങളുടെ അനുഭവം പറയുന്നത് കേട്ടിട്ടുണ്ട്. ചില ആളുകൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി കാത്തിരുന്ന് ഹല്ലേലൂയ ഒരൊറ്റ പ്രാർത്ഥനയിൽ വന്ന് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് ആത്മനിറവ് അവർക്ക് കിട്ടും. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട്, അല്ലെ എന്താ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ അവരുടെ ജീവിതത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം, അവരുടെ ജീവിതം ദൈവം മുൻപാകെ അത്രത്തോളം ക്ലിയർ ആയതുകൊണ്ടാണ്. കാരണം ഇത് കൊടുക്കുന്നത് ഉപദേശിയോ സെൻട്രൽ പാസ്റ്ററോ അല്ലെങ്കിൽ മേൽഘടകത്തിലുള്ള ആൾക്കാരല്ലല്ലോ, ദൈവം തമ്പുരാനാണ് കൊടുക്കുന്നത്. എന്നാൽ ചിലർ പ്രാപിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ്. ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഹോളിനകത്തൂടെ ഇങ്ങനെ മുട്ടയിൽ ഇഴഞ്ഞ് നീങ്ങി കാലിന്റെ മുട്ടുപൊട്ടി കൈ മുട്ടുപൊട്ടി വല്ലാത്തുള്ള പരുവത്തിലായി ശേഷമാണ് ചിലർ കിട്ടുന്നത്. എന്താന്ന് ചോദിച്ചാൽ അതിന്റെ ഒരു കാരണം, ഇവരാകുന്ന സമയത്തൊക്കെ ഒത്തിരി ഈ മാർഗക്കാരായിട്ടുള്ള ആളുകളെ അന്യഭാഷ എഴുതി വെച്ച് കളിയാക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. ഇങ്ങനെ ഇന്നാരുടെ അന്യഭാഷ ഇന്നതാ. ഇനി ഞാൻ ദൈവസ്നേഹത്തിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. നമുക്ക് വളർന്നു വരുന്ന കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്. ഞാനത് എവിടെയെങ്കിലും കേട്ട് കഴിഞ്ഞാൽ ഞാൻ അവരോട് പറയും. ചിലർ വലിയ ക്രെഡിറ്റ് ആയിട്ടാണ് പറയുന്നത്, മോനെ ആ അച്ഛൻ്റെ അന്യഭാഷ എന്ന് പറഞ്ഞ്, ആ അമ്മമ്മയുടെ അന്യഭാഷ എന്ന് പറഞ്ഞ്. ഈ പിള്ളേരെ കൊണ്ട് ശാപം വലിച്ചു കെട്ടിക്കുക. ഇനി അതും പോട്ടെ, സഭയിലെ അങ്ങ് പോട്ടെ, പറയാം പപ്പ എങ്ങനെയാ പറയുന്നത്, മമ്മി എങ്ങനെയാ പറയുന്നത്. ഇനി എൻ്റെ മുമ്പിൽ വെച്ച് പറയത്തില്ലേലും ചിലപ്പോൾ പറയും ഉപദേശിയുടെ അന്യഭാഷ എങ്ങനെ. ഹല്ലേലൂയ. കണ്ടോ, മൗനമായ കണ്ടോ. അല്ല, നിങ്ങളൊന്നും പറയുന്നവരല്ല എങ്കിലും ഞാൻ പറയട്ടെ, പറയുന്നവരാരെങ്കിലും ഉണ്ട് ഇന്ന് നിർത്തിക്കോണം. നിന്റെ പിള്ളേരെ അന്യഭാഷ പറഞ്ഞ് ട്രെയിൻ ചെയ്യിപ്പിക്കാനുള്ളതല്ല ഇത്. ദൈവത്തിന് സ്തോത്രം. അന്യഭാഷയെ സംസാരിക്കും, ദൈവത്തോട് സംസാരിക്കുന്നുവെന്ന ദൈവം തരുന്ന ഭാഷയാ. അത് ദൈവം തരുമ്പോൾ പ്രാപിച്ചാൽ മതി. അത് എഴുതി കാണാതെ പഠിക്കേണ്ടത് അല്ല. എഴുതി അല്ലെങ്കിൽ നമ്മൾ മനഃപ്പാഠമാക്കി കുഞ്ഞുങ്ങളെ കൊണ്ട് പറയിപ്പിക്കേണ്ടതല്ല. അത് ദൈവസ്ഥ ശിക്ഷായോഗ്യമാ. അതിന് ഉപദേശിയുടെ പിള്ളേർ ചെയ്താലും വിശ്വാസിയുടെ പിള്ളേർ ചെയ്താലും അതിന് വേറെ ഒരു എക്സ്ക്യൂസ് ഇല്ല. അതുകൊണ്ട് ദൈവസ്നേഹത്തിൽ രണ്ട് കൈയും കൂപ്പി ഞാൻ പറയാം, അങ്ങനെ ആരെങ്കിലും അറിയാതെ ചെയ്യുന്നെങ്കിൽ, ഈ കുഞ്ഞുങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കട്ടെ, പക്ഷേ അവർക്ക് ബോധമാകുമ്പോൾ പറയണം, മക്കളെ അങ്ങനെ പറയല്ലേ, കർത്താവിന് ഇഷ്ടമല്ലേ. അല്ലേ, അത് കേട്ട് നമ്മളിങ്ങനെ രസിക്കരുത്. അല്ലേ, അവർക്ക് പറഞ്ഞ മനസ്സിലാകുന്ന ഒരു പ്രായം വരെ അവർ പറഞ്ഞുകൊണ്ടുള്ളൂ. എന്നാലും നമുക്കൊരു വാക്കുകൊണ്ടെങ്കിലും പറയണം, അയ്യോ അങ്ങനെ പറയല്ല. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ, അത് പറഞ്ഞു വന്നപ്പോൾ അങ്ങ് പറയാം. നമ്മൾ ഈ ആരാധനയ്ക്കൊക്കെ ഇരിക്കും, നമ്മുടെ മുമ്പിലൊക്കെ വേദപുസ്തകം ഇരിക്കും. നമ്മുടെ വേദപുസ്തകത്തെ നടന്നു വരുന്ന ഒരു കൊച്ചു കയറാൻ സമ്മതിക്കത്തില്ലേലും അടുത്ത ഒരാളുടെ വേദപുസ്തകത്തിന്റെ മണ്ടക്കൂടെ കയറി ഇരുന്ന് തിരുമ്മിയാൽ പോലും കണ്ണടച്ചിരിക്കണം. ആ സമയത്ത് വരാത്തതായ സ്തോത്രവും ഹല്ലേലൂയ ആ സമയത്ത് വരും. സമ്മതിക്കരുത്. നിങ്ങൾ യോജിച്ചാലും യോജിച്ചില്ലേലും ഒരു വേദപുസ്തകം ഇരിക്കുന്നതിന്റെ മുകളിൽ കൂടെ കാല് എടുത്തു വെച്ച് ക്രോസ് ചെയ്യരുത്. ദൈവസന്നിധി തെറ്റാ. ഒരു പക്ഷേ നമ്മൾ തിടുക്കത്തോടു കൂടി പോയി കർത്തൃമേശയുടെ ചുമ്മനത്തിനൊക്കെ പോകുമ്പോൾ അതിനാ പറയുന്നത് വേദപുസ്തകമൊക്കെ ഒരു സ്ഥലത്തോട്ട് ഒതുക്കി വെക്കണം. നമുക്ക് പരിജ്ഞാനമില്ലേ? ഒരു വേദപുസ്തകം അപ്പുറത്തിരിക്കുന്ന ഒരാൾക്കെന്നാ പെട്ടെന്ന് അങ്ങ് കൊടുക്കാൻ വിചാരിച്ച് വേദപുസ്തകത്തെ ചാടി മറികടക്കരുത്. ഇത് ക്രോസ് ചെയ്യാനുള്ളതല്ല. ഇത് ദൈവത്തിന്റെ വചനമാണ്. അല്ലെ, നിന്റെ കാല് മറച്ചു വെച്ച് കയറാനുള്ള സ്ഥലമല്ലത്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, മാതാപിതാക്കളത് മാതൃക കാണിക്കണം. അപ്പോൾ തന്നെ ഒരു കുഞ്ഞ് ഈ വേദപുസ്തകത്തോട് അനാദരവ് കാണിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, ചില ഇടങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്, വേദപുസ്തകം വായിക്കാനിരിക്കുമ്പോൾ പിള്ളേർക്ക് വേദപുസ്തകം വേണം. അതിനെവിടെങ്കിലും ഒരു പുതിയ നിയമം എടുത്തു കൊടുക്കും. അത് കുത്തി വരച്ച് അത് പേപ്പറും വലിച്ചു കീറി ചെയ്യരുത്.
അതിന്റെ വില എന്താണെന്ന് ചെറുപ്പത്തിലെ അത് മനസ്സിലാക്കണം. ചെറുപ്പത്തിലെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കണം. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നമ്മുടെ പിതാക്കന്മാർ ഇതിന് കൊടുത്ത മൂല്യം വലുതാ. ദൈവത്തിന് സ്തോത്രം. ഈ വേദപുസ്തകം ഇന്ന് ഒരാൾക്ക് 2, 3, 4 വെച്ചൊക്കെ നമ്മുടെ ഭവനത്തിൽ ഉണ്ടായിരിക്കുക. എന്നാൽ ഒന്നുപോലും ഇല്ലാതിരുന്ന ഒരു കാലയളവ് ഈ ക്രിസ്ത്യാനിത്വത്തിന്റെ ആരംഭ കാലയളവിൽ ഉണ്ടായിരുന്നെന്നുള്ളത് ദൈവമക്കൾ മറന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ മടങ്ങി വരട്ടെ. ശക്തി പോയത് എവിടെയാ? ദൈവഹിത പ്രകാരമല്ലാത്ത നടപടിക്രമങ്ങൾ എവിടെയോ വന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എന്നിലെ ശക്തി കുറഞ്ഞു എന്ന സ്വയബോധ്യമുണ്ടെങ്കിൽ ദൈവം തമ്പുരാനോട് പറ, കർത്താവേ, എൻ്റെ ശക്തി കുറഞ്ഞത് എവിടെയാണെന്ന് കണ്ടുപിടിപ്പാനുള്ള കൃപ എനിക്ക് തരണമേ. ഹല്ലേലൂയ. ആരും വന്ന് ദൂത് പറയണ്ട. ഞാനും ദൈവസന്നി പ്രാർത്ഥിച്ചാൽ മതി. കർത്താവേ, എന്നോട് സംസാരിക്കണമേ. എൻ്റെ ശക്തി എവിടെയാ കുറഞ്ഞത്? പണ്ടേ പോലെ ആ പ്രാർത്ഥന ഫലിക്കുന്നില്ലല്ലോ. പണ്ടേ പോലെ ആ കണ്ണുനീര് വീഴ്ത്തിയാൽ അതിനൊരു മറുപടി ഇല്ലല്ലോ. ഉപവാസം കൊണ്ടൊരു ജയം പ്രാപിപ്പാൻ കഴിയുന്നില്ലല്ലോ. പലപ്പോഴും എൻ്റെ വിഷയത്തിന് ഞാൻ എൻ്റെ ഭവനത്തിൽ ഇരുന്ന് കണ്ണുനീരൊഴുക്കിയാൽ അവിടെ വിടുതലുണ്ടായിരുന്നു. ഇന്നിപ്പോ ഞാൻ മറ്റുള്ളവരോടൊക്കെ എന്ത് ചെയ്യുക? പറയുക. മറ്റുള്ളവരോട് പറയരുതെന്ന് ഞാൻ പറഞ്ഞില്ല. കൂട്ടായ്മ ബന്ധം ഏറ്റവും വലിയതാ. പക്ഷേ നമുക്ക് കഴിയാത്തത് കൊണ്ട് മറ്റുള്ളവരെ ഏൽപ്പിക്കുകയല്ല. നമുക്കൊരു സപ്പോർട്ടിനായിരിക്കണം മറ്റുള്ളവരെ പറയുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുന്നു. കാരണം നമ്മുടെ വിഷയത്തിന്റെ ഗൗരവം നമ്മൾ പറഞ്ഞിടത്തോളമേ മറ്റുള്ളവർക്ക് അറിയത്തുള്ളൂ. അതിന്റെ ഏറ്റവും കൂടുതൽ ആധികാരികമായി അറിയാവുന്ന നമുക്ക്. എന്റെ ഭാരത്തെക്കുറിച്ച്, എന്റെ വേദനയെക്കുറിച്ച് എനിക്കറിയാവുന്ന അത്രയും മറ്റൊരാൾക്കറിയത്തില്ല. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ ഉപവസിക്കുന്നു. അപ്പോൾ തന്നെ എനിക്കൊരു ബലത്തിനു വേണ്ടിയാ ഞാൻ ദൈവദാസന്മാരോട്, ദൈവമക്കളോട് പറയുന്നത്, ഇന്നൊരു വിഷയമുണ്ട്, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഹല്ലേലൂയ. എന്റെ ഇഷ്ടപ്രകാരം നടന്ന് ഞാൻ ഒരു വാക്കുകൊണ്ടും പ്രാർത്ഥിക്കാൻ തയ്യാറാകാതെ മറ്റുള്ളവരെ പ്രാർത്ഥന ഏൽപ്പിച്ചാൽ അതുകൊണ്ട് ഒരു ഫലമുണ്ടാകത്തില്ല. പ്രിയപ്പെട്ടവരെ, ശക്തി എവിടെങ്കിലും കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം മടക്കി പ്രാപിക്കുന്ന ഒരു പകലായി തീരുവാൻ, അത് തിരിച്ചറിയുന്ന ഒരു പകലായിരിക്കാൻ, അതിന്റെ കാരണം കണ്ടുപിടിപ്പാൻ, കർത്താവേ, അത് കണ്ടുപിടിപ്പാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് ദൈവസന്നിധി പ്രാർത്ഥിച്ച് അങ്ങനെ കാത്തിരിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കും. ദൈവസന്നിധിയിൽ നെടുമ്പാട് വീഴണം. ഹല്ലേലൂയ. യോശുവ വീണതുപോലെ. കർത്താവേ, പരാജയം വന്നല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശത്രുവിന് ഞങ്ങൾ പുറം കാട്ടിയല്ലോ. കർത്താവേ, എന്താ കാരണമെന്ന് ചോദിച്ച് ദൈവസന്നിധിയിൽ വീഴാൻ തയ്യാറാണെങ്കിൽ ദൈവം നമ്മോട് സംസാരിക്കും. ദൈവം ഇടപെടും. ഞാൻ വിശ്വസിക്കുന്നു. ആ ഇന്നലകളിലെ ദൈവം, ആ യോശുവയുടെ കാലത്ത് പ്രവർത്തിച്ച ദൈവം ഇന്നിന്റെ ദൈവമാ. നാം പ്രാർത്ഥിച്ച ദൈവം നമ്മോട് സംസാരിക്കും. എന്റെ ആത്മീക ജീവിതത്തിൽ ഒന്ന് ബലപ്പെടാൻ കഴിയാതെ, എന്റെ ജീവിതത്തിൽ അപാകതകൾ എവിടെയെന്ന് ഒന്ന് കണ്ടുപിടിക്കാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്ന് ഉണർത്തപ്പെടാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. തുണയില്ലാത്തവൻ എന്നതിന്റെ ഒന്നാമത്തെ അർത്ഥം സഹായമില്ലാത്തവൻ, രണ്ടാമത്തെ അർത്ഥം ശക്തിയില്ലാത്തവൻ, മൂന്നാമത്തെ അർത്ഥം തനിയെ നിൽക്കാൻ പ്രാപ്തിയില്ലാത്തവൻ. തുണയില്ലാത്തവന്റെ മൂന്നാമത്തെ അർത്ഥം അതാ, തനിയെ നിൽക്കാൻ അവന് പ്രാപ്തിയില്ല. അർത്ഥാൽ അവനൊരു ദുർബലനാ. ദൈവത്തിന് സ്തോത്രം. ബലമില്ലാത്തവനാ, തനിയെ നിൽപ്പാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. നമ്മൾ ചില അവസരങ്ങളിൽ ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടില്ലേ, അയ്യോ എന്നെ ഒന്ന് പിടിച്ചോണേ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഹല്ലേലൂയ. എപ്പോഴും പിടിച്ചോണ്ട് പോകുന്ന അനുഭവമല്ല. പെട്ടെന്നൊരു തളർച്ച വന്നു, ഒരു വല്ലാഴിക വന്നു, ഒരു പ്രയാസം വന്നു, അയ്യോ എന്നെ ഒന്ന് പിടിച്ചോണേ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ ഒരാൾ നടന്നു പോകുന്ന ഒരാൾ വേച്ചു പോകുന്നത് കാണുമ്പോൾ നമ്മൾ ചെന്ന് അവരെ കടന്നു പിടിക്കാറുണ്ട്. എന്താ കാര്യം? തനിയെ നിൽക്കാനുള്ള പ്രാപ്തിയില്ലാത്തത് കൊണ്ട്. ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ, ഞാനൊരു തുണയില്ലാത്തവനെന്ന് ഭക്തൻ ദൈവസന്നിധി പറയുമ്പോൾ ദൈവത്തോട് പറയും, കർത്താവേ, തനിയെ നിൽക്കാൻ എനിക്ക് കഴിയുകയില്ല. ഹല്ലേലൂയ. ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് കഴിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, ജീവിത സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളുടെ ഒക്കെ നടുവില് പലപ്പോഴും തനിയെ നിൽക്കാൻ കഴിയാതെ, ഹല്ലേലൂയ, എല്ലാവരും ഒക്കെ ഉണ്ടെങ്കിലും ഈ തനിയെ നിൽപ്പാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒക്കെ ഉണ്ട്. പക്ഷേ എനിക്കൊരു ധൈര്യം തരാൻ, എന്റെ കൂടെ ഒന്ന് നിൽക്കാൻ ആരുമില്ല. അതാ ഒന്നാമത്തെ അർത്ഥം. രണ്ടാമത്തെ അർത്ഥം, എന്നെ ഒന്ന് ബലപ്പെടുത്താൻ എനിക്ക് ആരുമില്ല. ഞാൻ ഏകന, ഞാൻ ഒറ്റയാ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, വിശ്വാസത്തിന് വേണ്ടി ഒരു പക്ഷേ നിന്റെ ഭവനത്തിൽ നീ ഒറ്റയായിരിക്കാം, അല്ലെങ്കിൽ വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചത് ഒറ്റയ്ക്കായിരിക്കാം. വളരെ നാളുകൾ പ്രാർത്ഥിച്ചിട്ടും ഒരു പക്ഷേ ഒരു കുളമ്പ് പോലും നിന്റെ ഭവനത്തിൽ നിന്ന് വിടുവിക്കപ്പെടാത്ത ഒരു ജീവിത സാഹചര്യമായിരിക്കാം ഇന്നുള്ളത്. നിരാശപ്പെടേണ്ട, തളർന്നു പോകരുത്. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ഉറച്ച വിശ്വാസത്തോടെ, ധൈര്യത്തോടെ, പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകൂ. ദൈവം നാളെയുടെ അനുഭവങ്ങൾ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ഹല്ലേലൂയ. ദൈവം ഒരിക്കൽ പോലും നിലംപരിചാകുവാൻ ദൈവം ഒരിക്കലും നിന്റെ ജീവിതത്തിൽ സമ്മതിക്കയില്ല. ഏകനായി നിൽക്കേണ്ടി വന്നാലും, ഹല്ലേലൂയ, കർത്താവേ, എനിക്ക് തനിച്ചു നിൽക്കുവാനായിട്ട് കഴിയുന്നില്ല. അല്ലെങ്കിൽ പത്മോസിൽ എത്ര നാൾ ഞാൻ ഏകനായി പാർക്കണം?
വിശ്വാസത്യാഗമില്ലാതെ ചിലപ്പോൾ ഒറ്റയ്ക്ക് വിശ്വാസത്തിന് വേണ്ടി പിടിച്ചു നിൽക്കേണ്ടി വരും. അല്ലെങ്കിൽ പതറരുത്. ഒരുപക്ഷെ ലോകത്തിലെ മനുഷ്യർ നിന്നെയും എന്നെയും കേൾക്കെ ആ നിലകളിൽ ദുർബലനെന്നുള്ള പേര് പോലും വിളിച്ചെന്നിരിക്കുക. അല്ലെങ്കിൽ നെഹമ്യാ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ടവർ ആലയത്തിന്റെ മതിലിന്റെ പണിക്ക് വേണ്ടി ആഗ്രഹിച്ച് ഇറങ്ങി പുറപ്പെട്ടപ്പോൾ നെഹമ്യാവിന്റെ പുസ്തകം 4-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ഈ ദുർബലന്മാർ എന്ത് ചെയ്യാൻ പോകുന്നു? ഹല്ലേലൂയ. അവർക്ക് തനിച്ചു നിന്ന് ചെയ്യാൻ കഴിയുകയില്ല. ലോകം അവരെ കളിയാക്കുന്നുണ്ട്, ലോകം അവരെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. അതെല്ലാം ജീവിതത്തിൽ സംഭവിക്കുമ്പോഴും, അതെല്ലാം ജീവിതത്തിൽ കാണുമ്പോഴും, അതെല്ലാം ജീവിതത്തിൽ അനുഭവിക്കുമ്പോഴും ഹല്ലേലൂയ, തുണയില്ലാത്തവനെ സഹായിക്കുന്നൊരു ദൈവമുണ്ട്. തുണയില്ലാത്തവനെ സഹായിക്കുന്നൊരു ദൈവമുണ്ട്. ഈ ദൈവം തുണയില്ലാത്തവനെ സഹായിക്കുന്നത് എപ്പോഴൊക്കെയാ? 1-2 വാക്യങ്ങൾ മാത്രം വായിച്ച് അല്ലെങ്കിൽ ഒരു 4-5 നിമിഷങ്ങൾ കൊണ്ട് എന്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുക. ഒന്ന്, ദൈവം നമുക്ക് തുണയായിരിക്കുന്ന എവിടെ? കഷ്ടത്തില. ഹല്ലേലൂയ. സങ്കീർത്തനം 46:1 നമുക്കറിയാം, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടത്തിൽ അവൻ ഏറ്റവും അടുത്ത തുണ. ഹല്ലേലൂയ. കർത്താവ് എവിടെയാ നിനക്ക് തുണയായി നിൽക്കുന്നത്? നിന്റെ കഷ്ടതയിൽ. ദൈവത്തിന് സ്തോത്രം. ചിലപ്പോൾ രോഗം കഷ്ടതയായി വന്നെന്നിരിക്കാം, നിന്ന കഷ്ടതയായി വന്നെന്നിരിക്കാം, ഹല്ലേലൂയ, ഏകാന്തത കഷ്ടതയായി വന്നെന്നിരിക്കാം, സാമ്പത്തിക പരാധീനത കഷ്ടതയായി വന്നെന്നിരിക്കാം, അല്ലെങ്കിൽ എല്ലാവരുടെ മുമ്പിലുള്ളതായ ഒറ്റപ്പെടൽ അത് നിമിത്തം ഒരു കഷ്ടതയായി വന്നെന്നിരിക്കാം. ജീവിതത്തിൽ ഒരിക്കലും വിട്ടുമാറാത്തതായ ക്ലേശങ്ങൾ കഷ്ടതയായി, രോഗങ്ങൾ കഷ്ടതയായി വന്നെന്നിരിക്കാം. അതിന്റെ ഒക്കെ നടുവില് ഹല്ലേലൂയ, എനിക്ക് ഏറ്റവും അടുത്ത തുണ എന്റെ കർത്താവ്. ഹല്ലേലൂയ. കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണ ഇന്ന് പകൽക്കാലം ആ ഒരു തുണയായി എന്റെ കർത്താവ് കൂടെ ഉള്ളത് കൊണ്ട് ഹല്ലേലൂയ, ഇന്ന് പകൽ ഉറപ്പ് വരുത്തണം, ആരില്ലെങ്കിലും കർത്താവുണ്ട്. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ ആരൊക്കെ ഉണ്ടെങ്കിലും കർത്താവില്ലെങ്കിൽ നമ്മൾ ആരുമല്ല, നമ്മൾ ഒന്നുമല്ല, നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. പക്ഷേ ആരുമില്ലെങ്കിലും കർത്താവ് ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട്. കർത്താവ് ഉണ്ടെങ്കിൽ എല്ലാവരും ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് പറഞ്ഞല്ലോ, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ട് കഷ്ടതയിൽ അവൻ എന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് അതാണ് ഇങ്ങനെ പറഞ്ഞത്, എനിക്ക് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും എനിക്ക് രുചിച്ചറിയണം. കഷ്ടാനുഭവങ്ങളിൽ എന്റെ കർത്താവിന് എന്നോട് വലിയൊരു കൂട്ടായ്മയുണ്ട്. കഷ്ടത വരുമ്പോൾ ഓടിപ്പോകുന്നവനല്ല എന്റെ കർത്താവ്. ഞാൻ വേദനിക്കുമ്പോൾ ഓടിപ്പോകുന്നവനല്ല എന്റെ കർത്താവ്. ഞാൻ കരയുമ്പോൾ കരച്ചിൽ കാണാതെ മാറിക്കിടക്കുന്നവനല്ല കർത്താവ്. ഞാൻ കരയുമ്പോൾ, ഞാൻ കഷ്ടതയിലാകുമ്പോൾ അല്ലെങ്കിൽ എന്റെ അടുക്കൽ വരുന്നവനാ എന്റെ കർത്താവ്. ഇന്ന് പകൽ ധൈര്യപ്പെടും ദൈവമക്കളെ, അവൻ തുണയായിരിക്കുന്നത് എന്റെ കഷ്ടതയിലാണ്. ഹല്ലേലൂയ. എല്ലാവരും മാറിക്കടന്നു പോകുമ്പോഴും ആ കർത്താവിന് എന്നെ മാറിക്കടന്നു പോകാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ഒരു പഴയ പാട്ട് പാടാൻ ആഗ്രഹിക്കുന്ന അതിലൊരു വരി ഇങ്ങനെയാണ്, പോകല്ലേ കടന്നെന്നെ പ്രിയ യേശുവേ. ഹല്ലേലൂയ. എല്ലാരും പോയി കർത്താവേ, അങ്ങ് പോകല്ലേ. ഇന്ന് പകൽ വിശ്വസിക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ, ദൈവത്തോട് പറയുക ഭക്തൻ, പോകല്ലേ കർത്താവേ കടന്നെന്നെ എന്റെ പ്രിയ യേശുവേ. ഹല്ലേലൂയ. ഈ മനുഷ്യരെല്ലാം മാറിപ്പോയാലും അല്ലെങ്കിൽ ഇവരൊക്കെ നീങ്ങിപ്പോയാലും അവിടത്തേക്ക് മാറിപ്പോകാൻ കഴിയത്തില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. ഒന്നാമത് കഷ്ടതയിൽ അവൻ അടുത്ത തുണയാ. ഹല്ലേലൂയ. രണ്ടാമത് തീമോത്തിയോസിന്റെ ലേഖനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരാൻ 2 തീമോത്തിയോസ് 4:16-17 വാക്യങ്ങൾ. അവിടുത്തെ വാക്യങ്ങളുടെ സാരാംശം ഇതാണ്, എല്ലാവരും കൈവിട്ടപ്പോ, ആരും തുണയില്ലാതിരുന്നപ്പോ കർത്താവ് എനിക്ക് തുണയായി നിന്നു. ഹല്ലേലൂയ. അപ്പൻ, അമ്മ, സഹോദരങ്ങൾ, ചാർച്ചാബന്ധങ്ങൾ, ഉറ്റവർ, ഉടയവർ, ഹല്ലേലൂയ, കൂടെ നിൽക്കുമെന്ന് വാക്ക് തന്നവർ, ഞാൻ പ്രതീക്ഷിച്ചവർ, ഞാൻ കണക്ക് കൂട്ടിയവർ, ഹല്ലേലൂയ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സകല മാനുഷിക ബന്ധങ്ങളും കൈവിട്ടപ്പോ ഹല്ലേലൂയ, പൗലോസ് പറഞ്ഞു, കർത്താവ് എനിക്ക് തുണ നിന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും കൈവിട്ടു. ഹല്ലേലൂയ. മനുഷ്യന്റെ സ്നേഹം തണുത്തു, മനുഷ്യന്റെ ആത്മാർത്ഥത കുറഞ്ഞു. അവരൊക്കെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് അവരൊക്കെ കൈവിട്ടു. പക്ഷേ കർത്താവിനെ കൈവിട്ടില്ല.
കർത്താവ് എന്നെ കൈവിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആ ഭക്തൻ പറയുകയാ, കർത്താവ് എനിക്ക് തുണ നിന്നു. പ്രിയപ്പെട്ടവരെ, പ്രിയ ദൈവജനമേ, ഹല്ലേലൂയ. ഭാരത്തോട് പ്രയാസത്തോട് ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവ പൈതലേ, ഇന്ന് പകൽക്കാലം എല്ലാവരും നിന്നെ കൈവിട്ടാലും കൈവിടാത്തൊരു കർത്താവ്, എല്ലാവരും ഉപേക്ഷിച്ചാലും നിന്നെ ഉപേക്ഷിക്കാത്തൊരു കർത്താവ്, എല്ലാവരും മറന്നാലും ഒരുപക്ഷേ വാക്കുകൊണ്ടോ പ്രവർത്തി കൊണ്ടോ മുഖതാവിൽ നേരിട്ട് നമ്മോട് പറയാം, നീയും ഞാനുമായൊരു ബന്ധമില്ലെന്ന് പറഞ്ഞ, ഒരുമിച്ച് നിൽക്കുമെന്ന് ചിന്തിച്ച ബന്ധങ്ങൾ പോലും കൈയടിച്ച അല്ലെ മാറുമ്പോൾ ഇന്ന് പകൽക്കാലം കൈവിടാത്തൊരു കർത്താവ്, തുണ നിൽക്കുന്ന ഒരു കർത്താവ്. ആ കർത്താവ് പറഞ്ഞ ഒരു മകൾ സന്ദേശം കൂടെ പറഞ്ഞ്, അല്ലെങ്കിൽ ഒരു വാക്കും കൂടെ ഞാൻ വായിപ്പിച്ച് എന്റെ വാക്കിൽ അവസാനിപ്പിക്കുക. 37 സങ്കീർത്തനത്തിന്റെ 25 വാക്യം. 37 സങ്കീർത്തനം 25 വാക്യം കൂടെ. ഞാൻ ബാലനായിരുന്നു, വൃദ്ധനായിരുന്നു. സങ്കീർത്തനക്കാരൻ പറയുക, ഞാൻ ബാലനായിരുന്നു, വൃദ്ധനായിരിക്കും എന്ന് പറഞ്ഞാൽ എന്റെ ചെറിയ പ്രായം മുതൽ ഈ വലിയ പ്രായം വരെയുള്ള ജീവിതത്തിനകത്ത് ഞാൻ കണ്ട ഒരു കാര്യം. എന്താ കണ്ടത്? നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവന്റെ സന്തതി ആഹാരം ഇരക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്റെ ഈ പ്രായത്തിനുള്ളിൽ. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും നമ്മുടെ പിതാക്കന്മാരൊക്കെ പറയത്തില്ലയോ, ഹല്ലേലൂയ, എനിക്കിന്ന് 60 വയസ്സായി, അല്ലെ 70 വയസ്സായി, എന്റെ ഈ പ്രായത്തിനിടയ്ക്ക് ഇതുപോലൊരു വരൾച്ച ഉണ്ടായിട്ടില്ല, ഇതുപോലൊരു കെടുതി ഉണ്ടായിട്ടില്ല, ഇതുപോലൊരു ഭൂകമ്പം ഉണ്ടായിട്ടില്ല, ഇതുപോലൊരു വെള്ളപ്പൊക്കം ഉണ്ടായിട്ടില്ല. അപ്പൊ അവരുടെ കാലയളവിനെ കുറിച്ച് പറയുന്നത് പോലെ സങ്കീർത്തനക്കാരൻ പറയുകയാ, ഞാൻ ബാലനായിരുന്നു, ആ പ്രായം മുതൽ ഈ വൃദ്ധനായി തീർന്ന ഈ സ്റ്റേജ് വരെയുമുള്ള ഇതിന്റെ ഇടക്കാലങ്ങളിൽ ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരു കാര്യം. നീതിമാൻ, മനുഷ്യൻ തുണയില്ലാതിരിക്കുന്നതല്ല, നീതിമാൻ. നീതിമാൻ ആരാണെന്നൊക്കെ പഠിക്കണം, അതൊക്കെ ഇതിന് സമയമില്ലല്ലോ. ഹല്ലേലൂയ. ആ നീതിമാൻ തുണയില്ലാതിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവമക്കളെ, നീ നീതിമാനാണോ? നിനക്ക് തുണയില്ലാതെ വരത്തില്ല. ഹല്ലേലൂയ. ആരുപേക്ഷിച്ചാലും ദൈവം, ഹല്ലേലൂയ, ചിലതൊക്കെ നിനക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്, ചിലതൊക്കെ നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവം നിന്നെ മാനിപ്പാൻ വിശ്വസ്തന. വാക്കുകളെ ഞാനിവിടെ പരിമിതപ്പെടുത്തുകയാണ്. ഇന്ന് പകൽ നമ്മൾ കേട്ടത്, ഞാൻ തുണയില്ലാത്തൊരു മനുഷ്യനെ പോലെ ആയിരിക്കുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ, ഹല്ലേലൂയ, ഭാരങ്ങൾ അനുഭവിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട്, കർത്താവേ, ഞാൻ തുണയില്ലാത്തൊരു മനുഷ്യനാ. ഇന്ന് പകൽ ആ ദൈവസന്നിധിയിൽ നമുക്ക് ധൈര്യപ്പെടാം. തുണയില്ലാത്തവനെന്ന് പറഞ്ഞാൽ അതിന്റെ 3 അർത്ഥങ്ങൾ ഞാൻ പറഞ്ഞു. അവൻ സഹായമില്ലാത്തവന്, ശക്തിയില്ലാത്തവന്, അവൻ തനിയെ നിൽക്കാൻ പ്രാപ്തിയില്ലാത്തവന്. എന്നാൽ അവനെ കൈവിടുന്നവനല്ല ദൈവം. കഷ്ടങ്ങളിൽ അവൻ അടുത്ത തുണയാ. എല്ലാവരും കൈവിടുമ്പോൾ അവൻ അടുത്ത തുണയാ. മാത്രമല്ല, ഹല്ലേലൂയ, കർത്താവ് പറഞ്ഞു, നീതിമാൻ ഒരിക്കലും തുണയില്ലാതിരിക്കത്തില്ല. നമുക്ക് ധൈര്യപ്പെടാം. ദൈവസന്നിധിയിൽ ഒന്നുകൂടെ ഉറയ്ക്കാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. എല്ലാ തലകളും അണക്കി ഒരു നിമിഷം ദൈവമുൻപാകെ സ്തോത്രം ചെയ്ത് കേൾക്കപ്പെട്ട വചനം ധ്യാനിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്ക് എല്ലാവരും ദൈവസന്നിധി പ്രാർത്ഥിച്ചാട്ടെ. ആരുമേനിക്കില്ലെന്നോ ഞാൻ ഏകനായി തീർന്നു എന്നോ, ആരുമേനിക്കില്ലെന്നോ ഞാൻ ഏകനായി തീർന്നു എന്നോ, മാനസത്വിലാതി പൂണ്ടു ഖേദിപ്പാൻ സാധു അന്ധനായി തീർന്നിടല്ലേ ദൈവമേ. സാധു അന്ധനായി തീർന്നിടല്ലേ ദൈവമേ. ആരുമേനിക്കില്ലെന്നോ ഞാൻ, ആരുമേനിക്കില്ലെന്നോ ഞാൻ ഏകനായി തീർന്നു എന്നോ, മാനസത്തിലാതി പൂണ്ടു ഖേദിപ്പാൻ സാധുവന്ദനായി തീർന്നിടല്ലേ ദൈവമേ. സാധുവന്ദനായി തീർന്നിടല്ലേ ദൈവമേ. നാളെയേക്കൊൺ എൻ മനസ്സിൽ ലവലേശം ഭാരമില്ല. നാളെയേക്കൊൺ എൻ മനസ്സിൽ ലവലേശം
ഭാരമില്ല. ഓരോ നാളും ദൈവമെന്നെ പോറ്റുന്നു. തന്റെ കൈകളിൽ ഞാൻ ദിനം തോറും ചാരുന്നു. തന്റെ കൈകളിൽ ഞാൻ ദിനം തോറും ഹാ മഹേശ കരുണേശ നീ എനിക്കായി. ഹാ മഹേശ കരുണേശ പൊന്നു താതാ നീ എനിക്കായി. വേണ്ടതെല്ലാം ദയാ തോന്നി നൽകുമ്പോൾ എന്റെ ദേഹി വൃത കലങ്ങുന്നതെന്തിനാ? എന്റെ ദേഹി വൃത കലങ്ങുന്നതെന്തിനാ? എന്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ എന്റെ ദൈവം ആദ്രവാനായി ജീവിക്കുമ്പോൾ സാധു ഞാനീ ശോണി തന്നിൽ ക്ലേശിപ്പ ഏതും കാര്യമില്ല. ഏതും കാര്യമില്ല എന്റെ ഉള്ളം. പ്രാർത്ഥിക്കാം. സ്വർഗീയ കർത്താവേ, ഈ നല്ല നിമിഷത്തിനായി സ്തോത്രം. നല്ലൊരു പകൽക്കാലം കൂടെ അങ്ങേ മഹത്വപ്പെടുത്തുവാനും അവിടുത്തെ തൃപ്പാലപീഠത്തിലായിരുന്ന തിരുവചനങ്ങളെ കേൾക്കുവാൻ ധ്യാനിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിച്ചു. പാലപീഠത്തിൽ ഞങ്ങൾ തലവണക്കിയ നിമിഷം മുതൽ അങ്ങേ ആരാധിപ്പാനുള്ള ബലം ഞങ്ങൾക്ക് നൽകി, അതിനുള്ള പ്രാപ്തിയും ശക്തിയും നൽകി. കർത്താവേ, അവിടുത്തെ നാമത്തിന് തക്കതായ മഹത്വം കരയേറ്റുവാൻ മനസ്സ് കാണിച്ച ദൈവമക്കളോട് അവിടുന്ന് കരുണ തോന്നണമേ. അവിടുത്തെ വചനം ഞങ്ങളെ കർത്താവ് കേൾപ്പിച്ചല്ലോ. കർത്താവെ, പലപ്പോഴും ഞങ്ങൾ തുണയില്ലാത്തൊരു മനുഷ്യനെ പോലെ സഹായമില്ലാത്തവരായി, ഹല്ലേലൂയ, ശക്തിയില്ലാത്തവരായി, തനിയെ നിൽപ്പാൻ പ്രാപ്തിയില്ലാത്തവരായി ഞങ്ങൾ പോയ നിമിഷങ്ങളുണ്ട്. അവിടെ ഒക്കെ ഞങ്ങളോട് കൂടെ ഇരുന്നു ഞങ്ങളെ താങ്ങിയ ദൈവമേ, ഞങ്ങളുടെ കഷ്ടങ്ങളിൽ അവിടുന്ന് ഞങ്ങൾക്ക് തുണയായിരുന്നല്ലോ. ഹല്ലേലൂയ. അല്ലെ, എല്ലാവരും കൈവിട്ടപ്പോൾ അവിടുന്ന് ഞങ്ങൾക്ക് തുണയായിരുന്നല്ലോ. ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഞങ്ങൾ തുണയില്ലാത്ത ഒരു നിമിഷം പോലും ജീവിതത്തിൽ വരാതെ ഇന്നയോളം ഞങ്ങളെ കരുതിയ കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, ഇന്ന് പകൽക്കാലം ഈ ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം വേദനയോടെ ശ്രവിച്ച, ഭാരത്തോടെ ശ്രവിച്ച, ജീവിതത്തിന്റെ ഏകാന്തതയുടെ ഹല്ലേലൂയ വേദനയുടെ നടുവിലും കർത്താവെ ഭാരത്തോടെ ആയിരിക്കുന്ന ജീവിതങ്ങൾക്ക് ഈ വചനം ഒരു ആശ്വാസമായി തീരണമേ. കർത്താവെ, തുണയില്ലാത്ത വ്യക്തി എന്ന് തോന്നിപ്പിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ ഇന്നു പകൽ ഞങ്ങളുടെ നടുവിലായിരിക്കുന്ന വ്യക്തിത്വങ്ങളോട് കർത്താവ് ഇടപെട്ടതിനാൽ സ്തോത്രം. ഈ വചനം അവർക്ക് ഒരു ആശ്വാസമായി തീരട്ടെ. അവർക്ക് കർത്താവെ ഒരു വിടുതലാക്കി തീരട്ടെ. ഈ വചനം അവരുടെ ജീവിതത്തിൽ ഒരു ശക്തീകരണമായി മാറുവാൻ കൃപ ചെയ്യണമേ. തലവണക്കിയ ഞങ്ങളെല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, തുടർന്നുള്ള ആരാധനയുടെ നിമിഷങ്ങളെ പിന്നെയും മാനിക്കണമേ. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ ഞങ്ങളുടെ നടുവിൽ കർത്താവ് എഴുന്നേൽപ്പിക്കണമേ. ജീവിതത്തിൽ അറിഞ്ഞതും അനുഭവിച്ചതും പ്രസ്താവിച്ചത് ഹല്ലേലൂയ പ്രസ്താവിപ്പാൻ ഓരോരുത്തരെയും കർത്താവ് ബലപ്പെടുത്തണമേ. ഹല്ലേലൂയ. വിശേഷാൽ കർത്താവ് ഞങ്ങളുടെ മധ്യേ ഈ പകൽ ആരാധനയിൽ സംബന്ധിക്കുന്ന ഞങ്ങളുടെ വാത്സല്യ സഹോദരങ്ങളെയൊക്കെ ഓർക്കുന്നു. ദൈവമായ കർത്താവെ, ആയിരുന്നിടങ്ങളൊക്കെ അവരെ സൂക്ഷിച്ചല്ലോ. ഒരുമിച്ചുള്ള ആരാധന ഏറ്റവും അനുഗ്രഹമാക്കണമേ. കടന്ന ദൈവദാസന്മാരെ, പിതാക്കന്മാരെ, മാതാക്കളെ ഒക്കെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സന്ദർഭശാലി ആരാധനയിൽ സംബന്ധിക്കുവാൻ കഴിയാതെ പോയ ജീവിതങ്ങളെ ഓർക്കുന്നു. ദൈവരോട് കരുണ കാണിക്കണമേ. ദൈവരോട് മനസ്സ് കാണിക്കണമേ. തുടർന്നുള്ള നിമിഷങ്ങൾ ഞങ്ങളെ അനുഗ്രഹിക്കണം. തിരുമേശ ഞങ്ങളുടെ മുമ്പിലുണ്ടല്ലോ. പ്രാഗൽഭ്യത്തോടും ഭയത്തോടും കൂടെ ആയിരിക്കാൻ ഞങ്ങളെ എല്ലാം സഹായിക്കും. മഹത്വം മാനോട് എടുക്കണം. യേശു കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയവുണ്ടായി കേൾക്കുമാറാകണമേ. കരവും ശബ്ദമുയർത്തിയ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.